ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഹരേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. കറുത്തു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷം. കുറേ പേരൊക്കെ പ്രസാദങ്ങൾ കിട്ടിയപ്പോൾ പോയി. പക്ഷേ ഒരു പ്രഭാഷണം ഉണ്ട്, എനിക്കും ആ പ്രസാദം ഒന്ന് കഴിക്കണം. അതാണ് ഇവിടുന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രസാദം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് പ്രതിഷ്ഠാദിനം, ഒരു 4-5 പ്രതിഷ്ഠാദിനായി ഈ ഇരിങ്ങളത്തൂര് ആ വെണ്ണക്കണ്ണൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ ഭഗവാൻ ആരോഗ്യവും ആയുസ്സും തന്നു. അതിന് ഭഗവാനോട് ആദ്യം നന്ദി പറയാം. കാരണം എല്ലാ വർഷങ്ങളും മിക്ക ക്ഷേത്രങ്ങളും പ്രഭാഷകരെ മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ വന്ന് നല്ല ഒരു കൂട്ടായ്മ, നല്ലൊരു മാതൃസമിതി, അവരുടെ കൂടെ അവർക്ക് പല സമയങ്ങളിലായിട്ട് ഉപദേശം കൊടുത്ത് അവരിലൊരാളായി മാറി. അങ്ങനെയാ ഇപ്പോൾ ആ സ്ഥിതിക്കായിരിക്കാം വീണ്ടും വീണ്ടും അവർ വിളിക്കുന്നത്. ഇന്ന് പ്രതിഷ്ഠാദിനം, എന്തെങ്കിലുമൊക്കെ അറിയണം അത് കരുതിയിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഇരുന്നത്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരുപാട് സംശയങ്ങളാണ്. ആ സംശയങ്ങളൊന്നും തീർക്കാൻ നമുക്ക് എന്തില്ല, ഒരു ഗുരു മതപാഠശാല ഇല്ല. അതുകൊണ്ടാണ് ആ സംശയങ്ങൾ. എന്തുകൊണ്ടാണ് എന്നും വരുന്നുണ്ട്, തൊഴുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. ഇന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു. കുറേ പേര് തിരിച്ചു പോയി, കുറച്ച് പേര് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി, കുറച്ച് പേര് ഇവിടെ തന്നെ ഇരുന്നു. എന്താ? ഒരു പ്രഭാഷണം കേൾക്കണം. പ്രഭാഷണം എന്തിനാണെന്നും പ്രതിഷ്ഠാദിനം എന്താണ് എന്നും ആദ്യം പറയാം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത്. മുത്തശ്ശി ചീത്ത പറയുമ്പോൾ എന്താ പറയുക? വിളിച്ചിട്ട് നീച്ചില്ലെങ്കിൽ എന്നെ എന്താ അവിടെ പ്രതിഷ്ഠിച്ചെന്നോ എന്ന് ചോദിക്കും. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അവിടെ ഇളക്കമില്ലാതെ പ്രതിഷ്ഠിച്ചിരിക്കുക ഭഗവാന്റെ ആ കൃഷ്ണ വിഗ്രഹം. ആ പ്രതിഷ്ഠയ്ക്ക് എന്തു കൊടുത്തിരിക്കുന്നു? ആത്മാവിൽ നിന്നും ഒരംശമെടുത്ത് ക്ഷേത്രം തന്ത്രി ജീവൻ നൽകിയിരിക്കുന്നു. അപ്പോഴാണ് അത് കൃഷ്ണനായി മാറുന്നത്. ക്ഷേത്ര പ്രതിഷ്ഠയുടെ അച്ഛനാണ് ആര്? തന്ത്രി എങ്കിൽ അമ്മയാണ് മേൽശാന്തി. രാവിലെ മേൽശാന്തി വന്ന് എന്താ ചെയ്യുക? അമ്മ കുട്ടിയെ ചീമ്പോലെ കുളിപ്പിക്കും, ഡ്രസ്സൊക്കെ മാറ്റിക്കും, ചാർത്തണമൊക്കെ കണ്ടില്ലേ? പട്ടൊക്കെ ചാർത്തി ഭഗവാന് ഭക്ഷണമൊക്കെ നൽകും. അമ്മയുടെ സ്ഥാനമാണ് മേൽശാന്തിക്ക്. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ പ്രതിഷ്ഠ നടത്തിയ ഒരു ദിവസം, അതായത് പ്രതിഷ്ഠാമൂർത്തിയുടെ പിതാവായ തന്ത്രി വന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തിയ ആ നാളിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രതിഷ്ഠാദിനം കൊണ്ടാടുന്നു. അത് തന്നെ മഹോത്സവമായിട്ടാണ്. എന്താ മഹോത്സവം എന്ന് പറയുന്നത്? ഉത്സവം, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, ഉത്സാഹമുള്ളതാണ് ഉത്സവം എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രതിഷ്ഠാദിനം. ആ ദിവസം വിശേഷാൽ പൂജകളും ചടങ്ങുകളും എല്ലാം ക്ഷേത്രത്തിൽ നടക്കും. എല്ലാവരും തൊഴുതൂലോ. ആ സമയത്ത് നമ്മൾ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ, എങ്ങനെയാ തൊഴുക? ഇങ്ങനെ കൈകൾ, വിരലുകൾ ചേർത്ത് വെച്ച് തൊഴും. ഈ വിരലുകൾക്കെല്ലാം തത്വം ഉണ്ട്. പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ ഈ പെരുവിരല് സർവസാക്ഷിയായി നിൽക്കുന്നു. ഈ 2 പെരുവിരലും ചേർത്ത് നമ്മുടെ ഹൃൽകമലത്തിലുള്ള കൃഷ്ണനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അതാണ് പ്രാർത്ഥനയുടെ മഹത്വം. ആ സമയത്ത് മാത്രം നമ്മൾ വിരലുകൾ ചേർക്കുക. ഈ വിരലുകൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുന്ന പറയുക. അത് ഏറ്റവും നല്ലതാ.
കാലിൻ്റെ വിരലുകളും കൈയിൻ്റെ വിരലുകളും നമ്മളപ്പോൾ ചേർത്ത് വെക്കും. അതേസമയം ഇവിടെ വന്നു, തൊഴുതു, പ്രാർത്ഥിച്ചു, പോയി. എന്തിനാ ക്ഷേത്രത്തിലേക്ക് വരണേ? എന്താ വിഷയം ടീച്ചറേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഗീത പറഞ്ഞു, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പറഞ്ഞു, ഈ വർഷം നാരായണീയം ആവട്ടെ. അപ്പം തന്നെ മാഷ് പറഞ്ഞു, ടീച്ചറേ നാരായണീയം മാത്രമല്ല കേട്ടോ, ഇത്തി ക്ഷേത്രത്തിൻ്റെ കാര്യം കൂടി പറയണേ. എല്ലാം പറയാമെന്ന് പറഞ്ഞു. ധൃതിയൊന്നും ഇല്ലല്ലോ, ഇനി ഉച്ച വരെ ഇങ്ങനെ ഇരിക്കുക. സാധാരണ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞാൽ ആ ഊണ് കിട്ടണവരെ ഇരുന്ന് ഇങ്ങനെ കൊച്ചു വർത്തമാനം പറയും. നാമം ജപിക്കാൻ പോലും ആരും തയ്യാറല്ല. എന്തിനാണ് ക്ഷേത്ര ദർശനം? ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ഭാവം ഈശ്വരീയമായി മാറുന്നു. യം ഭാവം സ്മരൻ എന്നാണ്. എന്തൊരു ഭാവത്തിലാണോ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ അത് തന്നെയായി മാറുന്നു. ഇപ്പം ഇവിടെ ഇരുന്നു കുറച്ച് അമ്മമാര് തുടങ്ങി. ഇപ്പം എന്താ പ്രത്യേകത? വൈശാഖം, അതും ഇന്ന് ഏകാദശി. പക്ഷേ ഇന്ന് പ്രതിഷ്ഠാദിന, ഇന്നത്തെ ഏകാദശി അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചവരും ഉണ്ടാവും. അതിലൊന്നും ഒരു മാനക്കേടും കരുതണ്ട കേട്ടോ. നമ്മുടെ ശരീരത്തിന് സുഗമമായത്, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എന്തോ അത് നമ്മൾ സ്വീകരിക്കണം എന്ന എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത്. നമുക്ക് വഴങ്ങുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്നു, ഓം വിശ്വം വിഷ്ണുർവ ഷട്കാരു ഭൂതഭവ്യ ഭവത് പ്രഭു എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയില്ലേ. ഒന്നങ്ങോട്ട് കൂടി കൊടുക്കാം, പുല്ലായി ഒന്നുകൂടി നീട്ടിട്ടാ എനിക്ക് ഇരിക്കായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു കൃഷ്ണന്റെ മുന്നിൽ വൈശാഖ കാലത്ത് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തൊഴുതു പോകുന്നത് മാത്രമല്ല ഭക്തി. എന്തിനാ നാമജപം? നാമം ജപിക്കുമ്പോൾ കൂടുതൽ ജപിക്കുമ്പോൾ കുട്ടികൾ സംശയം തിരിച്ചു ചോദിക്കും, ഇത്രയൊക്കെ പോരെ, എന്തിനാ അങ്ങനെ വീണ്ടും വീണ്ടും ചൊല്ലണേ, എന്തിനാ അങ്ങനെ ആവർത്തനം? ഒരു കുട്ടിയുടെ സംശയം, എന്താ ഭഗവാനും ചെവി കേൾക്കില്ലേ, എത്രയൊക്കെ തവണ വിളിക്കണോ? കുട്ടികൾ സംശയം ചോദിക്കുന്നതാ. അതിനൊരു ഉത്തരം അമ്മയ്ക്ക് വേണം. എന്താ? ആവർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ ആത്മബലം ഉറപ്പിക്കാൻ കഴിയൂ. ആവർത്തനത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ഉണർത്താനും ഉയർത്താനും ഉദ്ദീപിപ്പിക്കാനും കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഈ സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത്. നമ്മളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് വിഷ്ണു സഹസ്രനാമം. എന്താ അവസാനം പറഞ്ഞ്? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസേ വാസുദേവാ നമോസ്തുതേ. ഇതന്നെ മതി ഒരു പ്രഭാഷണത്തിന്. വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം. ഈ 3 ലോകങ്ങളിലും നിറഞ്ഞ് സർവവ്യാപിയായി അങ്ങനെ നിൽക്കുകയാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ. ആ സമയത്ത് നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? സർവഭൂത നിവാസോസേ. എല്ലാ ഭൂതങ്ങളിലും, ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭൂതങ്ങളല്ലേ, എന്താ ജീവജാലങ്ങളാണ് ഭൂതങ്ങൾ എന്ന് പറഞ്ഞ. സർവ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ഒരു ജീവ ചൈതന്യമാണ് ഈശ്വരൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയാ തിരയേണ്ടത്? എവിടെ ഇരിക്കുന്നേ? നാരായണീയം പറയുമ്പോൾ അത് വിശദമായിട്ട് പറയും. ഇത്തം ചിത്തസ്ഥിതം മേ എന്നും പറഞ്ഞിട്ട് നിത്യം. അതുപോലെ ഭഗവാനാണ് സർവവ്യാപിയായി ഇവിടെ കുടികൊള്ളുന്നത്. എങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും ശുദ്ധമാകുന്നു. എന്തിനാ ശുദ്ധമാകുന്നേ? അമ്പലത്തിൽ പോണം, പഞ്ചശുദ്ധി പാലിക്കണം. എന്താ പഞ്ചശുദ്ധി? കുളിക്കുമ്പോൾ നമുക്ക് ശരീരശുദ്ധി, ശരീരശുദ്ധിയോടൊപ്പം മനസ്സിനെയും ശുദ്ധമാക്കി നാമജപത്തിലൂടെ എന്ത് ചെയ്യണം? നാമം ജപിച്ചുകൊണ്ട് കുളിക്കണം. അത് കഴിഞ്ഞാലോ ആഹാരശുദ്ധി, വാക്ശുദ്ധി. ശുദ്ധമായ ഭക്ഷണം അത് കഴിക്കാതെ വരികയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ അസുഖക്കാരാണ്, ഇത്തിരി കഴിച്ചേ പറ്റൂ, ഇൻസുലിൻ ഉണ്ട്, കഴിച്ചോളൂ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും സംശയ, എങ്ങനെയാ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അങ്ങനെയാണോ? അത് തന്നെയാണ് നാരായണീയം പറയുന്നത്. അത് കഴിഞ്ഞ അവസാനം ഒരു ശുദ്ധിയും കൂടി ഉണ്ട്, കർമ്മശുദ്ധി. ഇത് കുളിച്ചു, ശരീരം മനസ്സും ശുദ്ധാക്കി, ആഹാരശുദ്ധി, വാക്ശുദ്ധി. നല്ല കാര്യങ്ങൾ മാത്രം, നല്ല വാക്കു ചൊല്ലണം, നടന്നു വരുമ്പോൾ നാമൊക്കെ ജപിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏത് ക്ഷേത്രത്തിലേക്കാ പോകുന്നത്? ആ മൂർത്തിയോടൊന്ന് പ്രാർത്ഥിക്കുക. എന്താ? ഭഗവാനെ, ഇന്ന് ഞാൻ അങ്ങേ കാണാൻ വരികയാണ്, ഇത്രയും ദൂരാണ്, ആപത്തൊന്നും ഇല്ലാതെ അവിടെ എത്തിക്കണേ എന്നൊരു പ്രാർത്ഥന. എന്നിട്ടോ പിന്നെ കർമ്മശുദ്ധി. ഇപ്പൊ നടന്നിങ്ങനെ വരികയാണ്, ഒരു പൂച്ചക്കുട്ടിയെ കണ്ടു, കൊടുത്തൊരു വീക്ക്, കർമ്മശുദ്ധി. അയ്യോ, നമ്മളൊരു ജീവജാലങ്ങളെയും ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കുക. ഇത്രയും ശുദ്ധികൾ പാലിച്ച് ഇവിടെ എത്തിയാൽ നമുക്ക് കിട്ടുന്നതോ നമ്മളുടെ മനഃശുദ്ധി. ചിത്തം, ശരീരം
മനസ്സ് ശുദ്ധമാകണം. എന്തിനു വേണ്ടിയിട്ടാ? ശുദ്ധമായ പരിശുദ്ധമായ ഒരു മനസ്സിന് മാത്രമേ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാനാകൂ, ആരോഗ്യമുള്ള ഒരു ശരീരം നിലനിർത്താനാവൂ. അതിലും അപ്പുറം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യണേ? പ്രത്യേകിച്ച് ഇവിടെയൊക്കെ എത്ര വലിയ കാറുണ്ടെങ്കിലും കുറച്ച് ദൂരം ഉള്ളിലേക്ക് നടന്നു വരണം അല്ലേ? മുകളിൽ നിന്ന് ആ പള്ളിയുടെ അവിടെ ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ അനുഭവിക്കുന്ന ആ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധി ഉണ്ടല്ലോ, ഇതിപ്പോൾ വേറെ എവിടെയും കിട്ടില്ല, നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാ. ഇവിടെ വന്ന് കയറി ഭഗവാനെ തൊഴുത് ആ കൃഷ്ണൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുക, ആ തൊഴുത് പ്രദക്ഷിണം വെച്ച് അഹം ബ്രഹ്മാസ്മി എന്ന ഭാവത്തിൽ അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും ശുദ്ധമാകും, ആത്മാവിനെ ഉദ്ദീപിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിനുമാണ് ക്ഷേത്ര ദർശനം. മാത്രമല്ല അവിടെ വരുമ്പോൾ എന്താ ചെയ്യുക? വേറൊന്നും ചിന്തിക്കില്ല, ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് നാമം ജപിക്കും. എന്തിനാ നാമജപം? നമ്മളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കാനാ. വീണ്ടും വീണ്ടും നാമം ജപിക്കണം. ഇനി ഇവിടെ ഇരുന്നു നാമൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനിൽ അങ്ങോട്ട് സമർപ്പിക്കുക. ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യത് കരോഷി, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, യദ്ദദാസി, എന്താണോ നിങ്ങൾ ദാനം ചെയ്യുന്നത്, തത് കുരുഷ്വ മതർപ്പണം, എല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇത്രേ പറയുന്നുള്ളൂ. നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നില്ല. രാജസൂയം നടത്തുമ്പോൾ ഇച്ചിലെടുക്കുന്നൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി ഓരോ ഇല കൊട്ടയിലിടുമ്പോഴും കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം എന്ന് പറയുകയാണത്രേ. ഇത് കണ്ട അർജുനന് ദേഷ്യം വന്നു. അവിടെ ചെന്നു കൃഷ്ണനോട് പരാതി, എപ്പോഴും കംപ്ലൈൻറ്റ് ബോക്സ് ആണല്ലോ, അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ വന്നു, വരൂ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് വലിച്ചു കൊണ്ടുവരിക. അവിടെ വന്ന് നോക്കൂ, ആ അമ്മ ഇച്ചില ഭഗവാന് സമർപ്പിക്കണേ. ഹോ എൻ്റെ അർജുന, നിന്നേക്കാൾ ഉയരത്തിലാണ് ആ അമ്മ. നമ്മൾ എന്ത് കർമ്മം, അതാണ് പറഞ്ഞത് യത് പുരുഷ മതർപ്പണം യത് കരോഷി, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതെങ്ങനെ ചെയ്യണം? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. യദ്ദദാസി, ദാനം ചെയ്യണം എന്നാ. ഇപ്പൊ വൈശാഖക്കാലല്ലേ, ദാനത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുക. അതിരാവിലെ കുളിക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ചാണ് വൈശാഖത്തിൽ പറയുക. ഈ വൈശാഖത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രതിഷ്ഠ വരുമ്പോൾ എന്തൊരു സന്തോഷാലേ. ഈശ്വര കഥകൾ, അതും കൃഷ്ണന്റെ അമ്പലം, ഇവിടെ അങ്ങനെ ഇരിക്കുക, ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക. രാവിലെ നേരത്തെ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ പുണ്യ തീർത്ഥങ്ങളിലും ആരുണ്ടായിരിക്കും? ഭഗവാൻ ശ്രീലക്ഷ്മിയോടുകൂടി ഉണ്ടായിരിക്കുന്ന ഗംഗയെ ഉണർത്തി കുളിക്കണം എന്നാ പറയാ. ഗംഗയുടെ മഹത്വം അതും അവസാനം പറയാം. ഈ ദാനം ചെയ്യുന്ന സമയത്ത് ഓങ്കാരം ഉച്ചരിക്കണം. വൈശാഖത്തിൽ ദാനധർമ്മം പ്രധാനം. ഇവിടെ മാഷ് പറഞ്ഞു, എന്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്, ഞങ്ങൾ ഒരുപാട് കാശിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയി, ഞങ്ങൾക്ക് കൈ നിറയെ കിട്ടി. ആർക്ക് വേണ്ടിയാ ഇറങ്ങിയത്? അതാണ് ശരിക്കൊരു സൽക്കർമ്മം. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സത്തുക്കളുമായി സമ്പർക്കം പുലർത്തുക, അതിനു വേണ്ടിയിട്ടാണ് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്. അത് ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ എന്ത് വേണം? ഇവിടേക്ക് ഇങ്ങോട്ട് കയറി വരാൻ തോന്നണം. ഭക്തി ജ്ഞാനവിരാഗാണാം, ഭാഗവതം പറയുന്നതാ. ഈ വൈശാഖത്തിൽ ഭാഗവതം കേൾക്കുക, നാരായണീയം കേൾക്കുക, അതിലും വലിയ ഒരു സുഹൃതം ഇല്ല. അപ്പൊ ദാനം ചെയ്യുമ്പോൾ ഓങ്കാരത്തോടു കൂടി വേണം ചെയ്യാൻ. എന്തിനാ ഓങ്കാരം മുഴക്കുന്നത്? ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിന്റെ ഒരു സിമ്പലാന്ന് പറയാം. ഈ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ കരാഗ്രീ വസതേ ലക്ഷ്മി, കരം കൊണ്ട് നീട്ടിക്കൊടുക്കുക, കൊടുക്കാൻ പഠിക്കുക. അതാണ് ദാനധർമ്മം. ദാനം ചെയ്യുമ്പോൾ യത് കരോഷി, ഞാൻ പറഞ്ഞില്ലേ, യദ്ദദാസി, ദാനം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് ഭഗവാൻ ഗ്രന്ഥങ്ങളിൽ പറയുക. ഇങ്ങനെ സർവ്വതും ഈശ്വരാർപ്പണമായി ചെയ്യണമെന്ന് ഓരോ ഗ്രന്ഥങ്ങളിലും നമ്മളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ. ഗ്രന്ഥങ്ങളെല്ലാം എന്താ? നമ്മളോട് സംസാരിക്കുന്ന ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഇന്നത്തെ വിഷയം നാരായണീയത്തിൻ്റെ പ്രസക്തി. അതിനു മുമ്പ് ഈ നാരായണീയം അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും നാരായണീയത്തിൻ്റെ പുറകെയാ അല്ലേ? എന്തേ ഭാഗവതം എടുക്കാതെ നാരായണീയം എടുത്തത്? അതിനും കാരണമുണ്ട്. എല്ലാവർക്കും അസുഖം. ഈ ഭാഗവതം കുറുക്കി വെച്ച ഒരു കഷായാണ് എന്ത്? നാരായണീയം. അതെങ്ങനെയാ കുറുക്കിയെ? അതിനു മുമ്പ് ഭക്തി ജ്ഞാന വിരാഗാണം പറഞ്ഞു. ഭക്തി ജ്ഞാനം വൈരാഗ്യം നമുക്ക് ഉണ്ടാവണം. ഇത് മൂന്നും സമ്മേളിച്ച് നിൽക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാഗവതം, ശ്രീമദ് ഭാഗവതം.
നമുക്കൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഹൈന്ദവന് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ശാസ്ത്രങ്ങൾ അനന്തമാണ് എന്നാ പറയുക. ഒരുപാട് ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. പക്ഷെ അതേ സമയം നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ആയുസ് പരിമിതമാണ്, അല്ലേ? ചിന്തിച്ചു നോക്കൂ. 50-60 അപ്പോഴേക്ക് കഴിഞ്ഞു. ഇപ്പോൾ കൊറോണയാ, ഇടയ്ക്കിടയ്ക്ക് എന്താ അറ്റാക്കാ പോയി. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടവരെ ഇടയ്ക്ക് ഈ വർഷം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ശാസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ട് എന്നവിടെ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ? അടിസ്ഥാന ഗ്രന്ഥം ഹൈന്ദവൻ്റേത് ഏത് എന്ന് ചോദിച്ചാൽ വേദങ്ങളാണ്. വേദങ്ങളുടെ അന്തസത്ത കറന്നെടുത്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഉപനിഷത്തുക്കൾ തീർത്ത് വെച്ചിരിക്കുന്നു. ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഒന്നും പോരാ, സാധാരണക്കാരന് ഇനിയും ലളിതമായ ഗ്രന്ഥങ്ങൾ വേണം എന്ന് കരുതി വ്യാസഭഗവാൻ രചിച്ച 18 പുരാണങ്ങളിൽ വിശിഷ്ടമായത്, ശ്രേഷ്ഠമായതാണ് ഭാഗവത മഹാപുരാണം. അതും പോരാ എന്ന് കരുതിയിട്ടാണ് ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ചമച്ചു വെച്ചത്. ഈ 18 പുരാണങ്ങൾ രചിച്ചപ്പോൾ മഹർഷിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏതൊരു ഗ്രന്ഥത്തെ കുറിച്ച് പറയുമ്പോഴും ആ മഹർഷിയെ കുറിച്ച് ഓർക്കണം എന്നാ. ഇപ്പൊ രാമായണം അങ്ങോട്ട് എടുത്തു വെച്ചാൽ അപ്പോൾ വാൽമീകിയെ പൂജന്തം നമ്മൾ ചൊല്ലുന്നില്ലേ? അതുപോലെ മഹർഷിയെ നമ്മൾ നമിക്കണം ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോൾ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ എന്നങ്ങോട്ട് നമിച്ച് വ്യാസഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. വ്യാസഭഗവാന്റെ ഉൽപ്പത്തിയൊക്കെ മഹാഭാരതത്തിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. പരാശരമുനിക്ക് സത്യവതിയിലുണ്ടായ കറുത്ത കുട്ടിയാണ് ആര്? കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസമഹർഷി. വ്യാസമഹർഷിയുടെ സർവ കഴിവുകളും പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ കറന്നെടുത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് 18,000 ശ്ലോകങ്ങളിൽ എഴുതി വെച്ചിരിക്കുക. എന്താ ഭാഗവതത്തിന്റെ പ്രത്യേകത? ഉദ്ധവന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഭഗവാൻ. ആ സമയത്ത് പറയാണ്, ഈ കലികാലം വരുന്ന സമയത്ത് ഹേ കൃഷ്ണ, അങ്ങ് സ്വർഗാരോഹണം ചെയ്തു പോകരുത്. ഈ ജനങ്ങൾക്ക് കലികാലം തുടങ്ങുമ്പോൾ ആരും ഉണ്ടാവില്ല, അവർക്ക് വേണ്ടി അങ്ങ് ഇവിടെ നിലകൊള്ളണം എന്ന് ഉദ്ധവൻ അപേക്ഷിക്കുക. ആ സമയത്ത് ഭഗവാൻ പറയാണ്, ഞാൻ ഈ ഗ്രന്ഥത്തിലേക്ക് അങ്ങോട്ട് വായിക്കാന്ന്. അങ്ങനെ ആ ഗ്രന്ഥത്തിലേക്ക്, ഭാഗവത ഗ്രന്ഥത്തിലേക്ക് ലയിച്ചു ചേർന്നു ആര്? ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ആദ്യം തന്നെ പറയുന്നത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ടീച്ചർ നാരായണീയം പറയാന്ന് പറഞ്ഞിട്ട് ഭാഗവത പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ഭാഗവതത്തെ തന്നെ കുറുക്കിയെടുത്തതാണ് എന്ത്? 1036 ശ്ലോകങ്ങളുള്ള നാരായണീയം. ഭാഗവതം അറിയാത്തവൻ നാരായണീയം എത്ര വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല. കാരണം വിശദമായി കഥകൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഭാഗവതം അങ്ങോട്ട് കൂട്ടിയാൽ കൂടുന്നില്ല, അല്ലേ? ചിലർ പറയും ഒരുപാട് സപ്താഹമൊക്കെ കേട്ടു ടീച്ചറെ, എന്തേ ഇപ്പോഴും ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല എന്ന് പറയും. എന്താണോ, എല്ലാ സമയത്തും അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം തന്നെ ഉണ്ടല്ലോ സപ്താഹം, 7 പകലുകളാ. അപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കുറേ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടു, കുറേ വെണ്ണക്കണ്ണൻ്റെ കഥ കേട്ടു, ഒന്നും അങ്ങോട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പം അവർക്ക് കിട്ടുന്ന വലിയ മഹത് ഗ്രന്ഥമാണെന്ത്? നാരായണീയം. അതിനെ ഇങ്ങോട്ട് ആറ്റിക്കുറുക്കി വെച്ചത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭാഗവതത്തെ ആദ്യം ഒന്ന് പൂർണ്ണമായും മനസ്സിലാക്കണം. അതിനുശേഷമേ എങ്ങോട്ട് വരാവൂ? നാരായണീയത്തേക്ക് വരാവൂ. കാരണം ഞാൻ പറഞ്ഞു, ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ ബുദ്ധിപൂർവം എന്ത് ചെയ്യണം? നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നീ ശുഭകരമായുള്ളൂ. നമ്മുടെ ജീവിതം നിസ്സാരമാണ്, ചെറിയ ജീവിതം. പക്ഷേ ആ ചെറിയ ജീവിതത്തിൽ കുറഞ്ഞ ആയുസ്സുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവം സാരമായ ഒരു ഗ്രന്ഥം, വേദസാരമായ ഒരു ഗ്രന്ഥം നമ്മുടെ ഉപാസനയുടെ ഭാഗമാക്കി മാറ്റണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഗ്രന്ഥം ഭാഗവതമാണെങ്കിൽ അതിനെ ചുരുക്കി വെച്ചതാണ് എന്ത്? നാരായണീയം. ഇപ്പൊ വയ്യാത്തവരോട് എന്താ പറയാന്നോ? ടീച്ചറെ തീരെ വയ്യാട്ടോ, അപ്പൊ പറയും 2 ദശകം വായിച്ചിട്ട് സമർപ്പിച്ചോളൂ. അതെ, അപ്പൊ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ വിളിക്കും, അപ്പൊ ഒരു ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ? നാരായണീയം ഭാഗവതം ഇങ്ങോട്ട് കറന്നു വെച്ചതാ. അതുകൊണ്ട് തന്നെയാ. അപ്പൊ വേദസാര സംയുതം ആയ ഭാഗവതത്തിന്റെ കുഞ്ഞു രൂപമാണ് എന്ത്? നാരായണീയം. ഈ നാരായണീയത്തിനുള്ള മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ, നാരായണീയം രചിച്ച് നരനാണ്.
നരൻ രചിച്ചതാണ് നാരായണീയം. മനുഷ്യൻ, മർത്യൻ എന്ന് പറഞ്ഞാൽ മരണം ഉള്ളവനാ. വ്യാസമഹർഷി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? വ്യാസായ വിഷ്ണു രൂപായ, വിഷ്ണു ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ് വ്യാസമഹർഷി. അതുകൊണ്ട് ഭഗവാൻ തന്നെ രചിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നമ്മുടെ ഈ മലപ്പുറം ജില്ലയില് ജീവിച്ച് ജനിച്ച് മരിച്ചു പോയ മഹത്തായ 4 വ്യക്തികളിൽ ഒരാളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മറ്റൊന്ന് വില്ലുമംഗലം സ്വാമി. വില്ലുമംഗലത്തിന്റെ മുന്നിൽ ഭഗവാൻ എങ്ങനെ കടന്ന്? വില്ലുമംഗലത്തിൻ ഭക്തിയിൽ നീ ആലിലയുന്നിൽ കീടന്നു ദേവാ, ആ പുണ്യ ജന്മത്തിനേകി നിന്റെ ആനന്ദദായക ദർശനം നീ. അത്രയും ഉന്നതന വില്ലുമംഗലം സ്വാമി ആര്? വടക്കുന്നാഥന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാല് മഹാദേവനോട് സംസാരിക്കുമായിരുന്നു അത്രേ. ഭക്ഷണം കൊടുക്കുമ്പോൾ, നേദ്യം സമർപ്പിക്കുമ്പോൾ വൈക്കത്തപ്പനുമായി കുശലപ്രശ്നം നടത്തിയിട്ടാണ് അത്രേ നേദ്യം സമർപ്പിച്ചിരുന്നത്. വില്ലുമംഗലം സ്വാമി ഓരോ ക്ഷേത്രങ്ങളിലും പോയി ഭഗവാന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നേദ്യം സമർപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തിരൂർ തുഞ്ചൻ പറമ്പിലുണ്ടായിരുന്ന മഹത് വ്യക്തിയാണ് എഴുത്തച്ഛൻ, രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നു. വാൽമീകി രാമായണം നമ്മൾ എടുത്തു വെക്കുമ്പോഴാണ് മനസ്സിലാവുക, ഇത്രയും കടുകട്ടിയായ സാൻസ്ക്രിറ്റായ ഒരു ഗ്രന്ഥം നമ്മൾ മലയാളികൾക്ക് വേണ്ടി കുഞ്ഞു പുസ്തകമാക്കി വെച്ചിരിക്കുന്നു. ഇത്ര കുറച്ച് ചെറിയ 3 ഗ്രന്ഥങ്ങളെ ഇത്ര അട്ടിയായിട്ടുണ്ട് വാൽമീകി രാമായണം. അതിനെ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വേദസാരം ലളിതമായി രചിച്ചു തന്ന ആ മഹാനുഭാവനെ നമ്മൾ നമിക്കണം. ഇതുപോലെ തന്നെ ആ പെരിന്തൽമണ്ണയിലുള്ള പൂന്താനം തിരുമേനി. ഇങ്ങനെ ആവുമ്പോൾ മേൽപ്പത്തൂർ 400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയപ്പോൾ നമുക്ക് തന്ന വലിയ ഒരു അക്ഷയഖനിയാണ് നാരായണീയം. നരൻ രചിച്ച ഈ നാരായണീയത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് കിട്ടും. ഗീതയെ പോലെ തന്നെ. എന്തൊക്കെയാണ് നമ്മുടെ ചോദ്യം? ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മളുടെ 1, 2, 3 ചോദ്യങ്ങളാ പറയുന്നത്. എന്താ പറയുന്നത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. ആദ്യത്തെ ചോദ്യ, ടീച്ചർ എപ്പോഴാ നാമം ചൊല്ലണ്ടേ? കുളിച്ചിട്ട് ചൊല്ലണോ, കുളിക്കാതെ ചൊല്ലണോ, കഴിച്ചിട്ട് ചൊല്ലണോ, കഴിക്കാതെ ചൊല്ലണോ? ഇതൊക്കെ സംശയങ്ങളാ. മുത്തശ്ശിയാവുമ്പോൾ ഞാൻ പറയും കുളിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. രാവിലെ കയ്യും കാലും മുഖമൊക്കെ ശുദ്ധമാക്കിയിട്ട് എന്ത് ചെയ്യുക? ഭസ്മധാരണം ചെയ്തിരുന്നു ഓം നമഃ ശിവായ ജപിച്ചോളൂ. ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാർ അവസാനം ഇനി പോവാറായ പിന്നെ ആരെ വേണ്ടു? നമ്മളെല്ലാവരും ചന്ദനമൊക്കെ തൊടൂലേ? ഭസ്മധാരണത്തെക്കുറിച്ച് പ്രധാനമായിട്ട് ശിവപുരാണം പറയുന്നുണ്ട്. ഭസ്മം ധരിക്കണം ത്രിപുണ്ഡ്രമായിട്ട് 3 വരെയായിട്ടാണ് മുത്തശ്ശി ഭസ്മം ധരിക്കുക. എല്ലാ സന്തുക്കളിലും ഭസ്മത്തിന് നീർക്കെട്ട് ഒഴിവാക്കാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാനുള്ള കഴിവുണ്ട്. ഇനി അങ്ങനെ ആകുമ്പോൾ കാലദേശാവധിഭ്യാം എല്ലാ ഉത്തരവായില്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അളവുകൾക്കും ഇതൊക്കെ ഒരു മാനദണ്ഡ. ഇതിനെല്ലാം അതീതമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ഞാൻ കിഴക്കോട്ട് വിളക്ക് വെക്കണോ, പടിഞ്ഞാട്ടാണ് ഞങ്ങളുടെ വീടിന്റെ മുഖം എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് പടിഞ്ഞാട്ടാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വീട്ടുകാരൻ അത് എന്താണ്, ഇങ്ങോട്ട് തിരിച്ചാൽ കിഴക്കായി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതനാണ് ഭഗവാൻ എന്ന് നാരായണീയൻ നമ്മളോട് പറയുക. അപ്പൊ ഇവിടെ നട്ടപ്പാതിരയാകുമ്പോൾ അമേരിക്കയിൽ വെളിച്ച, അപ്പോഴാണ് അവർ ഇവിടെ വിളക്ക് വെക്കുക. അവർക്ക് ബ്രഹ്മമുഹൂർത്തം അതാണ്. അങ്ങനെ മനസ്സിലാക്കുക. എല്ലാത്തിനെ കുറിച്ചും സംശയം, എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഉത്തരാണ് കാലദേശാവധിഭ്യാം. ഭഗവാൻ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറം, അതിനും അതീതനാണ്. പിന്നെ എങ്ങനെ വേണം നമ്മുടെ മനസ്സിന് തൃപ്തികരമായത്? ഒരു മുത്തശ്ശി പറഞ്ഞു, അയ്യോ ടീച്ചറെ, എനിക്ക് ചെറുപ്പം മുതൽ ജ്ഞാനപ്പാനെ അറിയൂ, ഇതൊന്നും അറിയില്ല. വേണ്ട, ജ്ഞാനപ്പാന മാത്രം മതി. അതിൽ വേദ തത്വങ്ങൾ കറന്നു വെച്ചിരിക്കുക പൂന്താനം തിരുമേനി. അതുകൊണ്ട് മാത്രം മോക്ഷം നേടാം. സന്തോഷമായി. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ശാസ്ത്രങ്ങൾ അനന്തമാണ്. ഒരു ദിവസം ഇവിടെ വന്ന എന്താ കേട്ടെ? സഹസ്രനാമം കേട്ടു, എന്നാൽ അത് പഠിച്ചളയാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താ കേട്ട? നാരായണീയം കേട്ടു, എന്നാൽ അത് പഠിച്ചു കളയാം. ഇത് മുഴുവനായും പഠിക്കാൻ നമ്മുടെ ആയുസ് തികയോ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സാരമായ ഒരു ഗ്രന്ഥത്തെ നമ്മുടെ ഉപാസനയ്ക്ക് വേണ്ടി നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാരായണീയത്തിൽ 2ാമത് ഒരു കാര്യം വരുന്നുണ്ട്. അവസാനം ആ 1ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്?
സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഈ ഗുരുഭവനപുരി, അതായത് ഈ ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിച്ചു എന്നത് തന്നെ മഹത്വം. എന്താ ജ്ഞാനപ്പാന പറയുന്നത്? ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെഴുതല്ല നിർണയം. അതുകൊണ്ട് എന്തേ വേണ്ടു? ഈ ഭാരതഖണ്ഡത്തിൽ ഇവിടെ ജനിച്ചു. ജനിച്ചു. ഇവിടെ ചോദിക്കുന്ന സംശയം എന്താണോ? ഒരാളിങ്ങനെ ഇരിക്കുക, ഒരു സുഖമില്ലാത്ത ഇരുത്താ, എന്താ അന്നൊരു ഉഷാറൊന്നും ഇല്ലല്ലോ, ആകെപ്പാടെ പ്രശ്നങ്ങളാണ് ടീച്ചറെ. ഇത് പൊതുവേ എല്ലാവർക്കും വരുന്നതാണ്. ഓരോ മാതൃസമിതിയിലുള്ളവരും പറയും ആകെക്കൂടെ പ്രശ്നങ്ങളാണ്, പിരിവൊന്നും കിട്ടുന്നില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമില്ല, ടെൻഷനാണ്. അതിനുള്ള ഉത്തരാണിത്. എന്ത്? നിങ്ങൾക്ക് കിട്ടിയ ജന്മം പവിത്രമാണ്. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. ഒരു ബ്രാഹ്മണൻ സർവ്വതും മടുത്തു, ഒരു ദരിദ്ര നാരായണനാണ്, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്ന് കരുതിയിട്ട് കാട്ടിൽ കയറുകയാണ് ആത്മഹത്യ ചെയ്യാൻ. ഇപ്പോൾ കുറേ ആത്മഹത്യ നടക്കുന്ന സമയമാണല്ലോ, ഒന്നിലെയും കണ്ടു 1-2 പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാട്ടിൽ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അത്ര ഒരു കുറുക്കൻ വന്നിട്ട് ജ്ഞാനോപദേശം കൊടുത്തത്. അത് ആ മഹാഭാരതം കഥയിൽ വരുന്നതാ. കുറുക്കൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? ആ ഉത്തരാണ് ഇവിടെ. സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇവിടെ നിങ്ങൾ മനുഷ്യനായി ജനിച്ചോ. എന്താ മനുഷ്യനുള്ള പ്രത്യേകത? മന ഏവ മനുഷ്യാണാം ബന്ധമോക്ഷൈവ കാരണം. മനസ്സാണ് എല്ലാത്തിനും കാരണം. മനുഷ്യനായി ജനിച്ചാൽ ശ്രേഷ്ഠമായ ജന്മമാണ്. അതിനും അപ്പുറം അങ്ങ് ഒരു ബ്രാഹ്മണനായിട്ടാ. ശ്രേഷ്ഠമായ ജന്മത്തിനപ്പുറം എന്താണ്? എല്ലാവരും അങ്ങയെ ബഹുമാനിക്കും. വരേണ്യവർഗത്തിൽ ജനിച്ചു, പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യണേ? അത് തന്നെ ഇവിടെ ചോദിക്കുന്ന. എല്ലാവർക്കും എന്താ വിചാരം? ഞാനൊരു പോരാത്തോനാ, ഞാനൊരു കൊള്ളാത്തോനാ, എനിക്കൊരുപാട് പ്രശ്നങ്ങളാ. ഭഗവാൻ ഗീതയിൽ എന്താ പറയുന്നത്? ഇന്ദ്രാരൂഢാണി മായയാ. ഒരു മായയിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങിയിട്ടേ ഇപ്പം ഇങ്ങോട്ട് ആത്മഹത്യ ചെയ്യണം തോന്നിയ വ്യക്തി ആ 1 മണിക്കൂർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്നും പിൻവലിയും. ഇത്രയേ ഉള്ളൂ. ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു ആവേശമാണ് എന്ത്? ആത്മഹത്യ. ഞാനൊന്നും ഒന്നിനും കൊള്ളില്ല. എന്താ ഇവിടെ ഭഗവാൻ പറയുന്നത്? നിങ്ങൾ സാക്ഷാത് ഗുരുഭവനപുരിയിൽ ജനിച്ചില്ലേ, ഹന്ത ഭാഗ്യം. അത് തന്നെയാണ് ഭാഗ്യം. മനുഷ്യനായി ശ്രേഷ്ഠമായ മനുഷ്യജന്മം, കയ്യും കാലും എല്ലാ അംഗങ്ങളോടും കൂടിയത് കിട്ടിയില്ലേ, അത് തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിക്കണം. അപ്പോഴും പറയും ഇത്ര ഉള്ളിൽ വന്ന് ജനിച്ചു, എനിക്ക് ശരിയായ ഒരു ജോലിയില്ല. നമുക്ക് അർഹിക്കുന്നത് നമ്മളെ തേടി ഇങ്ങോട്ട് വരും. എന്തേ വേണ്ടു? ഭക്തി ഉണ്ടാവുക. ഭക്തി ഇല്ലാത്തതാണ് എല്ലാത്തിനും പ്രശ്നം. ഇപ്പൊ പറഞ്ഞു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വേണം. ഭാഗവതത്തിലും ഇത് തന്നെ പറയുന്നു. ഇതിങ്ങോട്ട് കറന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ഭാഗവതം എന്താ പറഞ്ഞേ? ഭക്തി ദേവിയുടെ 2 മക്കളായിട്ടാണ് ജ്ഞാനവും വൈരാഗ്യവും വരുന്നത്. ഭക്തി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ പലരും ഇവിടെ വരും. എന്താ ചോദിക്കുക? കൃഷ്ണ, അസുഖങ്ങളൊന്നും ഉണ്ടാവല്ലേ, കുട്ടികളൊക്കെ നന്നായി പഠിക്കണേ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. എന്നിട്ട് എന്താ? അസുഖം ഉണ്ടാവരുതേ പ്രാർത്ഥിച്ചിട്ട് കുട്ടീനെ ഡോക്ടറാക്കണേന്നും നമ്മൾ പ്രാർത്ഥിക്കും. ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. അസുഖം ഇല്ലെങ്കിൽ ഡോക്ടർമാർക്ക് പണി ഉണ്ടാവുമോ? ഭഗവാനാകെ കൺഫ്യൂഷനിലാവില്ലേ? ഇവിടെ വന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങോട്ട് പോയാലോ? ഭഗവാനോട് നമ്മൾ ചോദിക്കുന്ന അസുഖം ഉണ്ടാവല്ലേ, ഭൗതിക സുഖങ്ങൾ വേണേ. പക്ഷെ ഭഗവാൻ നമുക്ക് എന്താ? നമുക്ക് ഭക്തിയാ തരുന്നത്. ഇവിടെ ആദ്യത്തെ 2 ദശകങ്ങളും ഭട്ടതിരിപ്പാട് എന്താ ചോദിച്ചേ? ഭക്തി മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ വാദത്തിന്റെ അസ്കിയതൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ഗുരുവായൂരപ്പന്റെ മുന്നിൽ എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് തൊഴാനകത്തേക്ക് കയറുമ്പോൾ ഇടത്തെ സൈഡിലെ എഴുത്താണിയും പലകൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഭക്തി വേണം മാത്രം ഭഗവാനോട് ചോദിച്ചു. അതിൽ തന്നെ പറയുന്നുണ്ട് നാരായണീയത്തില്, അഷ്ടാംഗ യോഗയൊക്കെ പഠിച്ച് പരകായ പ്രവേശം ചെയ്യാം, വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ, അതായത് ആകാശത്തിലൂടെ സഞ്ചരിക്കാം. ശങ്കരാചാര്യ സ്വാമിയൊക്കെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെയാണ് ഗുരുവായൂരത്തിപ്പോൾ താഴത്തേക്ക് ഇങ്ങോട്ട് വന്നത്. അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി കൊടുത്തില്ലേ? എനിക്കതൊന്നും വേണ്ട കൃഷ്ണ, എനിക്ക് അങ്ങയോടുള്ള ഭക്തി മാത്രം മതി. ഭക്തിയുടെ ഒപ്പം മറ്റൊന്നും കൂടി ചോദിക്കും 3ാമത്തെ ദശകം തുടങ്ങും. എന്താ? നിരുന്ധിരോഗാൻ. മിക്ക ദശകങ്ങളിലും അവസാനത്തെ ശ്ലോകത്തിൽ അസുഖം മാറ്റിത്തരണേ. പക്ഷെ 3ാമത്തെ ദശകം തുടങ്ങുമ്പോ തന്നെ പറയും, ഹേ കൃഷ്ണ, എന്റെ ഈ വേദന അസുഖങ്ങളൊന്ന് മാറ്റിത്തരണേ. ഇവിടെ വന്നിട്ട് ചോദിക്കാറില്ലേ? ആദ്യം ചോദിക്കേണ്ടത് എന്താ? എനിക്ക് ഇത്തിരി ഭക്തി തരണേ. ഭക്തി ഉണ്ടെങ്കിലോ പിന്നെ ഭഗവാൻ എല്ലാം നമുക്ക് തന്നോളും. ഭക്തിയുള്ളവന്റെ കൂടെയാണ് ഭഗവാൻ. അതാണ് നാരായണീയം പറയുന്നത്. അതായത് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞ് ഇത്തിരി ഇങ്ങോട്ട് പോരുമ്പോഴാണ്
നമുക്ക് കാണാൻ കഴിയാ. ചരന്തീശ സ്വൈരം, ഹേ കൃഷ്ണ എനിക്ക് സ്വൈരം സമാധാനം തരണേ. പ്രാർത്ഥിക്കാറില്ലേ? സ്വൈരമായിട്ട് പലരും ഇതാ കൃഷ്ണ അങ്ങയെ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നു. എനിക്കെന്റെ വാദരോഗം കാരണം ഇവിടുന്ന് ഇളകാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഭട്ടേരിപ്പാട് ചരന്തീശ സ്വൈരം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താ അവിടെ ചെന്ന് ചോദിക്കാം? കൃഷ്ണ ഒന്നുമില്ല, അതേ കയ്യിൽ ഇത്തിരി എന്തെങ്കിലുമൊക്കെ തരണം കേട്ടോലെ. സമ്പത്തിനെ ആഗ്രഹിക്കുന്നതാ അവരാ ലൗകികര്. അപ്പൊ എന്ത് ചോദിക്കും? എനിക്ക് ഇത്തിരി പണവും സമ്പാദ്യങ്ങളൊക്കെ തരണം. ഇങ്ങനെ വന്ന് പോയാ പോരാ അല്ലെ? കമ്മിറ്റിക്കാർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടേ? ലക്ഷ്മി നിശങ്കലീലാനിലയനം. ഈ സമ്പത്ത് എവിടെ ഇരിക്കുന്നത്? ഭഗവാന്റെ ഇവിടെ തന്നെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ആ മാറിടത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവി നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. കാരണം എന്താ? ഭഗവാന്റെ കൂടെയാണ് ആരിയ്ക്കുന്നത്? ലക്ഷ്മി ഭഗവതി. ഭഗവാൻ ആരെ കൂടെ ഇരിക്കുന്നത്? ഭക്തന്റെ കൂടെ ഇരിക്കുന്നത്. പാതാളത്തില് മഹാബലിക്ക് ഇപ്പോഴും കാവൽക്കാരനായി നിൽക്കുകയാണത്രേ കൃഷ്ണൻ. കാരണം എന്താ? ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ. ഭക്തി മാത്രമാണ് ഭഗവാന് വേണ്ടു, വേറെ ഒന്നും വേണ്ട. നമ്മുടെ വിചാരം എന്താ? എന്തെല്ലാം കൊടുക്കണം അല്ലേ, എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലല്ലോ, ഇതിന് കഴിഞ്ഞില്ലല്ലോ. അതിൻ്റെ ഉത്തരാണ് ഇവിടെ ആദ്യത്തെ ദശകത്തിൽ എന്നെ പറഞ്ഞു വെച്ചിരിക്കണേ. നിങ്ങളെ ജനിച്ചത് തന്നെ ഭാഗ്യമാണ് എന്ന് കരുതുക. ചിലർ പറയും കാണാൻ ഒരു കോലവും ഇല്ല, നിഗ്രോ പോലെയാണ് ഞാൻ, എന്നോടൊരാൾ പറഞ്ഞതാ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റാ. നമ്മളുടെ സ്വഭാവമാണ് നമ്മുടെ സൗന്ദര്യം എന്നങ്ങോട്ട് ആദ്യം മനസ്സിലാക്കി നന്നായി പെരുമാറാൻ പഠിക്കുക, നന്നായി സംസാരിക്കാൻ പഠിക്കുക. എന്താ ഗീത പറയുന്നത്? വിദ്യാ വിനയ സമ്പന്നി ബ്രാഹ്മണേ ഗവിഹസ്തിനി. വിദ്യ വിനയം ഉള്ളവനുള്ളതാണ്. വിനയം ഉള്ളവന്റെ കൂടെയാണ് ആരുള്ളൂ? ഭഗവാനുള്ളൂ. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മാതൃസമിതി ഒരു കൂട്ടായ്മയാണെങ്കിലും നന്നായി ചിരിച്ച് വളരെ വിനയാന്യതയായി സംസാരിക്കുന്നവരോടാ നമ്മൾ നമ്മുടെ സംശയം ചോദിക്കൂ. എന്ത് ചോദിച്ചാലും തട്ടിക്കയറുന്നവരോട് മിണ്ടാൻ നമുക്ക് പേടിയായിരിക്കൂല്ലേ? ഭഗവാനോട് മാത്രം ഇങ്ങനെ സംസാരിക്കുക. ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൽ വരിക, ഭഗവാനോട് നാമജപത്തിലൂടെ മാത്രം. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ക്ഷേത്രത്തിനകത്ത് ശബ്ദം നാമജപത്തിന് മാത്രം. നാമങ്ങൾ അങ്ങനെ ജപിച്ചും കൊണ്ട് പ്രദക്ഷിണം ചെയ്ത്. പ്രദക്ഷിണം എങ്ങനെയാ? പതേ പതേ പതുക്കെ പതുക്കെ വേണത്രേ പ്രദക്ഷിണം ചെയ്യാൻ, അല്ലാതെ ഓട്ടപ്രദക്ഷിണം ചെയ്യരുത് എന്നാ. കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ശരീരം തന്നെയാ. ഇങ്ങനെ ഒന്നാമത്തെ ദശകത്തില് ഇങ്ങനെ 3-4 കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെന്താ പറയുന്നത്? നമ്രാണാം സന്നിധൽസേ എന്ന് പറയുന്നത് നമിക്കുന്നവരുടെ കൂടെയാണ് ഭഗവാൻ. ഭാഗവതം എന്താ പറയുന്നത്? ജരാസന്ധന്റെ കൽത്തുറുങ്കിൽ നിന്നും പുറത്തു വന്ന ഒരുപാട് രാജാക്കന്മാരെ എന്താ ചൊല്ലിയത്? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പ്രണതക്ലേശനാശായ പ്രണമിക്കുന്നവരുടെ, നമ്രാണാം സന്നിധത്തെ നമിക്കുന്നവരുടെ കൂടെയാണ് ഭഗവാൻ. ആരൊക്കെ ഭഗവാനെ നമിക്കുന്നുവോ, ഇതിൻ്റെ ഉള്ളിലാണ് അത്ര ആകെ കൂടിയിട്ട് അപകടി. ഈ തലയുടെ കനം കുറച്ച് ഒന്ന് താഴാൻ നമ്മൾ എപ്പോഴാണോ തയ്യാറാവുന്നത് അവരുടെ കൂടെയാണ് ഭഗവാൻ. ഭക്തന്മാരുടെ കൂടെയാണ് ഭഗവാൻ. ഭഗവാന്റെ കൂടെയാണ് ആര്? ലക്ഷ്മി ദേവി. അപ്പൊ എന്തേ വേണ്ടു? ഭക്തി ഉണ്ടോ നമുക്ക് എന്ത് കിട്ടും? ഇത്തിരി സമ്പത്തും ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകും. ഒരുപാട് തെളിവുകളുണ്ട്. പലരും പറയാറുണ്ട്, ഞാൻ എന്ത് വിചാരിച്ചു, ഇങ്ങനെ ഇതിലൂടെ മാത്രം പോയി കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇപ്പൊ ഒക്കെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് ടീച്ചറെ. അങ്ങനെ ഒരുപാട് അനുഭവസ്ഥരുണ്ട്. നമുക്ക് തോന്നും ജോലി നമ്മൾ എന്തിനാ ജന്മം കിട്ടിയെന്നാ വിചാരിക്കണേ? ജോലി ചെയ്യാനും പ്രാരാബ്ദം കുടുംബം നോക്കാനും അല്ലേ? അതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയമായ കുറച്ചറിവ് സമ്പാദിക്കുക. അതാ പറഞ്ഞത്, ശാസ്ത്രങ്ങൾ അനവധി നിരവധി ഉണ്ട്. എന്ത് ചെയ്യണം? ഇത്തിരിയെങ്കിലും ജ്ഞാനം സമ്പാദിക്കണം. ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭക്തി. ഭക്തി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരൂ. ഭക്തി ഉള്ളവനെ ഭഗവാൻ കൊടുക്കുന്ന വലിയ ഒരു പ്രസാദമാണ് ജ്ഞാനം, അറിവ് എന്നുള്ളത്. ഈ അറിവ് പൗരാണികമായിട്ട് നമ്മളുടെ ആചാര്യന്മാർ പല ഗ്രന്ഥങ്ങളിലായിട്ട് അങ്ങനെ വെച്ചിരിക്കുക. ആ ഗ്രന്ഥങ്ങളുടെ അക്ഷയഖനി ഒന്ന് തുറക്കുക. അത് തുറന്നിട്ട് മനസ്സിലാവാത്തവരാണ് ഇവിടെ കയറി വരുമ്പോൾ ആ പ്രഭാഷണം ഉണ്ടോ ഒന്നിരിക്കാന്ന് വിചാരിക്കണേ. കാരണം നമ്മൾ നേടിയ അറിവ് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകുന്ന തരത്തിൽ അത് ഉപദേശിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ് ഗുരു. അത്തരം ഗുരുക്കന്മാരെ കിട്ടാത്തത് കൊണ്ടാണ് ഹൈന്ദവ മതം, സനാതനധർമ്മം ഇന്ന് ഇത്രയും അധപ്പതിച്ചത്. ഇനി 2ാമത്തെ ശ്ലോകത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ
ആദ്യം തന്നെ ഭഗവാനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ധ്യാനിക്കണം. ധ്യാനത്തിന്റെ പ്രസക്തി, ധ്യാനം സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്നാ. ധ്യാനിക്കുമ്പോ എങ്ങനെയാ? സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകം എന്നും പറഞ്ഞു ഭഗവാന്റെ കേശാദിപാദ വർണ്ണന നമുക്ക് അവിടെ കാണാം. ഭഗവാനെ എന്തിനു വേണ്ടിയാ നമ്മൾ ധ്യാനിക്കുന്നത്? ഇപ്പൊ വൈകുന്നേരം ധ്യാനിക്കാനിരുന്നു, ആ സമയത്താണ് എന്ത്? അടുക്കളയിൽ പാല് തിളച്ച് പൊന്തലൂലേ, ഇപ്പൊ കുട്ടികൾ പഠിക്കുന്നില്ല. ഇതൊക്കെ ഈ ധ്യാനത്തിന്റെ കൂടെ ഓർക്കുമ്പോ എന്ത് ചെയ്യും? കോട്ടുവായിടും. നാമം ജപിക്കുമ്പോ കോട്ടുവായിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഗായത്രി ജപിക്കുമ്പോ കോട്ടുവായ വരുമ്പോ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ നിന്നും പോയി. ഭഗവാനിൽ എന്നെ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ 21 ഗായത്രി കഴിയുന്നത് വരെ നമുക്ക് വേറൊരു ചിന്തയും ഇല്ലെങ്കിൽ ഒരു കോട്ടുവായ പോലും വരില്ല. മനസ്സിലായില്ലേ? എന്താ എന്നോട് പറയും ചില അമ്മമാര്, ടീച്ചറെ നാമൊക്കെ ജപിക്കണം, കോട്ടുവായ 8 മടുത്തു. എന്താ? കഴിഞ്ഞ ദിവസം ഞാനൊരു അമ്പലത്തിൽ പോയി, അവിടെ കുടുംബക്ഷേത്ര, അവരമ്മമാരൊക്കെ നിന്നിട്ട് നാമം ജപിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ തിരുമേനി എന്ന് പറഞ്ഞാൽ അവർ പൂജയ്ക്ക് എവിടുന്നോ ചമ്രോട്ടത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന ഇദ്ദേഹം ദേവി മഹാത്മ്യത്തെ ഓം സർവമംഗളമംഗല്യെ ചൊല്ലുമ്പോൾ 2ാമത്തെ വരി തെറ്റിച്ചു. അതോടുകൂടി പിന്നെ എനിക്ക് കൊട്ടുവായ വരാൻ തുടങ്ങി. നമുക്കൊരു തെറ്റ് കാണുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. അറിഞ്ഞ് ആരാധിക്കുക, അറിവിൽ നാം ഉയർന്നു നിൽക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ വരിക, ഇത്തിരിയൊക്കെ അറിവ് സമ്പാദിക്കുക. ധ്യാനിക്കാൻ അല്ലെങ്കിൽ നാമം ചൊല്ലാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിവർന്ന് നട്ടല് നിവർത്തി ചിന്മുദ്ര, ഇത് ഏറ്റവും നല്ല ഒരു ചികിത്സയാണത്രേ നമ്മുടെ ശരീരത്തിന്. ചിന്മുദ്രയിൽ അങ്ങനെ ഇരുന്ന് ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം നിങ്ങൾ ധ്യാനിക്കണം എന്നാണ് 2ാമത്തെ ദശകം നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയാ ഭഗവാൻ 1000 കോടി സൂര്യന്മാർ ഉദിച്ചാൽ എങ്ങനെയാ? ഒരു സൂര്യനെ തന്നെ നമുക്ക് നോക്കാൻ വയ്യ, അത്രയും സ്വർണ്ണ വർണ്ണാഭമായ ഒരു കിരീടമാണ് ഭഗവാന്റെ തലയിൽ. അങ്ങനെ വേണം നമ്മൾ ധ്യാനിക്കാൻ എന്ന് പറയാണ് 2ാമത്തെ ദശകത്തില്. ഇനി കുറച്ചങ്ങടെ എത്തുമ്പോഴാണ് നമ്മളിപ്പോൾ സന്ധ്യാവന്ദനമൊക്കെ ചൊല്ലുമ്പോൾ, ഈ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് അംഗന്യാസം ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഒരു ദശകാങ്കടെ എത്തുമ്പോഴാണ് കാണുക, ഓരോ മാസങ്ങളിൽ നിങ്ങൾ ഭഗവാനെ ഓരോ പേരുകളിൽ ആരാധിക്കണം എന്ന് പറയാ. നമ്മളിപ്പോൾ വൈശാഖ മാസം എന്ന് പറഞ്ഞു, ഇനി ഇത് മാധവ മാസം എന്നാ പറയാ. ഇത് കുറച്ച് കഴിഞ്ഞ് ഇനി എന്ത് പറയും? ദാമോദര മാസം, കാർത്തിക മാസം എന്നൊക്കെ പറയുന്നില്ലേ? കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, വിഷ്ണു, മധുസൂദന, ത്രിവിക്രമ, വാമന, ശ്രീധര, ഋഷികേശ, പത്മനാഭ, ദാമോദര. 12 മാസങ്ങളായി. തിരുമേനി കണ്ടിട്ടില്ലേ അകത്ത് കയറി അംഗന്യാസമൊക്കെ ചെയ്യുന്ന ഓരോ അംഗങ്ങളും നമ്മൾക്ക് എന്താണ്? ഭഗവാന്റെ ഓരോ പേരുകളാണ്. അപ്പൊ കവളിൽ തൊട്ടപ്പോ കേശവ, നാരായണ, അല്ലേ, മാധവ, ഗോവിന്ദ, വിരൽ മാറുന്നത് ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഓരോ മാസങ്ങളിലും കൃഷ്ണനെ ഓരോ പേരുകളിൽ നമ്മൾ ആരാധിക്കണം എന്നും നാരായണീയം പറയുന്നുണ്ട്. ഇത് സന്ധ്യാവന്ദനൊക്കെ പഠിപ്പിക്കുമ്പോ ഇത് നാരായണീയത്തിൽ ഉണ്ടല്ലോ, അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നാരായണീയത്തിലൂടെ അങ്ങനെ പോകണം നമ്മള്. ഇനി അതും കഴിഞ്ഞ് ഒരു 6ാമത്തെ ദശകത്തിലൊക്കെ അങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ ഭഗവാന്റെ വിരാട് രൂപ വർണ്ണന എന്ന് പറഞ്ഞില്ലേ, കേശാദിപാദം വർണ്ണിക്കുന്നത്. ഈ 6ാം ദശകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ, പാതാളം മുതൽ, ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ പാതാളമീശ തവ പാദതലം വദന്തേ. ഹേ കൃഷ്ണ, അങ്ങയുടെ കാലുകൾ പാതാളങ്ങളല്ലേ എന്നും പറഞ്ഞ് കേശാദിപാദം അങ്ങോട്ട് വർണ്ണിച്ച് ആ ദശകം സമർപ്പിക്കുമ്പോ എന്താ പറയുന്നത്? ഈ ദൃഗ്ജഗന്മയവ പുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ പാതാലയാദിവ നമോസ്തു നിരുന്ധിരോഗാൻ. എത്ര സുന്ദരമായിട്ടാ ഭട്ടതിരിപ്പാട് അഗ്രഗണ്യനാണ് സംസ്കൃതത്തിലെ മഹാകവി എന്ന് തന്നെ പറയണം. എങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ ദൃഗ്ജഗന്മയ വപു സ്തവകർമ്മഭാജാം. ഈ ദൃഗ്ജഗൻ, ഈ ജഗത്താകുന്ന വപു, ഭഗവാന്റെ ശരീരം ഈ ജഗത്ത് തന്നെയാ. രാമായണം പറയുന്നില്ലേ, ഭഗവാന്റെ രോമങ്ങളാണ് ഈ സസ്യലതാദികൾ എന്നൊക്കെ പറയുന്നില്ലേ, ഭഗവാന്റെ ആകാശം ഭഗവാന്റെ തിരുമുടിക്കെട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പറയാണ്, ഹേ കൃഷ്ണ, കർമാവസാന സമയേ, എല്ലാ കർമ്മങ്ങളും, അത് ഞാൻ എന്താ പറഞ്ഞേ, യത്കരോഷി, ഏതെല്ലാം കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇന്ന
എന്നിൽ മതർപ്പണം, എന്നിൽ അർപ്പിക്കണം. ഇവിടെയും പറയാണ് എല്ലാ കർമ്മങ്ങളും അവസാനം എന്നിൽ അർപ്പിക്കണം. പിന്നെയും പിന്നെ എന്താ ചോദിക്കുന്നത്? കർമാവസാന സമയേ സ്മരണീയമാഹോ. രണ്ടർത്ഥം ഉണ്ട് അതിന്. അവസാനം എന്താന്ന് ഒന്നുകൂടി പറയാ. കർമാവസാനം, നമ്മുടെ കർമ്മങ്ങൾ എപ്പോഴാണ് അവസാനിക്കുക? മരിക്കുമ്പോൾ. മരണം വന്ന് വിളിക്കുന്ന ആ സമയത്ത് ഭഗവാനെ, ഹേ കൃഷ്ണ, അങ്ങയുടെ നാരായണ നാമം ചൊല്ലാൻ തോന്നിപ്പിക്കണമേ എന്നുകൂടി അവിടെ രണ്ടർത്ഥം. നാരായണീയം ഒക്കെ രണ്ടർത്ഥത്തിലാ. ഭാഗവതം നാരായണീയാക്കി മാറ്റിയപ്പോൾ ഈ നാരായണീയം എന്നുള്ള പേരെന്നെ രണ്ടർത്ഥം വെച്ചിട്ടാണ് പറയുന്നത്. ഇനി എന്താ പിന്നെ ലാസ്റ്റ് പറയുന്നത്? നിരുന്തിരോഗാൻ, എനിക്കൊരുപാട് അസുഖങ്ങളുണ്ട് കൃഷ്ണ. ഈ കുഞ്ഞുവാദം എല്ലാവർക്കും വലിയ വലിയ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന വൈദ്യോ നാരായണോ ഹരി, അങ്ങ് വൈദ്യനല്ലേ, നാരായണനല്ലേ, ഹരിയല്ലേ കൃഷ്ണ. ഹേ ഹരേ, എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരേണമേ എന്നും പറഞ്ഞ് അത് സമർപ്പിക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭക്തി വേണം. അതിലൂടെ ജ്ഞാനം നേടി അവസാനം നമ്മൾ എവിടെ എത്തണം? വൈരാഗ്യത്തിലെത്തണം. എന്താ പറഞ്ഞ്? എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കും കൃഷ്ണ, അങ്ങയിൽ അർപ്പിക്കാൻ തോന്നിപ്പിക്കണമേ. പിന്നെന്ത് ചെയ്യണം? അവസാന സമയം, മരണം വരുന്ന സമയത്ത് അങ്ങയുടെ നാമജപത്തിന് തോന്നിപ്പിക്കണമേ. ഇങ്ങനെ സമർപ്പിക്കുക. ഇനി ഇങ്ങനെ പോയി ഇങ്ങനെ എല്ലാം പറയാൻ നിന്നാൽ ഒരുപാട് സമയം പിടിക്കും. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഇനി ഈ നാരായണീയത്തിലൂടെ അങ്ങനെ കയറി പോയി 6ാമത്തെ ദശകത്തിൽ നമ്മൾ എന്ത് കണ്ടു? ഈ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന ഓരോന്നും അങ്ങനെ വളരെ ശുദ്ധമായിട്ട് ഗംഭീരമായിട്ടാണ് ഭട്ടതിരിപ്പാട് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് പലരും എന്നോട് പറയും, ടീച്ചറെ ഈ നാരായണീയൊക്കെ സംഭവമൊക്കെ പറഞ്ഞത് ശരിയാണ്, 2 ദശകം സമർപ്പിച്ച അസുഖം മാറുമെന്ന് പറഞ്ഞു, അതും ശരിയാണ്. പക്ഷേ ഏതാണ്ട് കൂട്ടിയാൽ കൂടണില്ല. പക്ഷെ നല്ല ആഗ്രഹം എനിക്ക് നാരായണീയം ഒന്ന് അങ്ങോട്ട് വായിക്കാൻ. അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ 68ാമത്തെ ദശകം അങ്ങോട്ട് എടുത്തു വെച്ചോളൂ. 68 എന്താ? ഗോപികാഗീതം. ഗോപികാഗീതം ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ ആ ഗോപികമാര് സുന്ദരമായിട്ട് ഇങ്ങനെ ഭാഗവതത്തിൽ പറയുന്നത്, കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹേ കൃഷ്ണ, അങ്ങയുടെ കൈകൾ വെച്ച് ഞങ്ങളുടെ തലയിൽ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഗോപികമാർ ചോദിക്കുക. ഗോപികമാർക്ക് എന്തുണ്ടായിരുന്നില്ല? അക്ഷരാഭ്യാസം ഇല്ല. അവർ കൃഷ്ണനെ മാത്രം ഭജിച്ച് എന്താ പറഞ്ഞത്? നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. അങ്ങ് വെറും യശോദയുടെ പുത്രനൊന്നും അല്ല, അഖില ദേഹികളുടെയും ഉള്ളിൽ അന്തരാത്മാവായിരുന്നു വിളങ്ങുന്ന ആ ആത്മാവ് പരമാത്മാവാണ് എന്ന സത്യം ഗോപികമാർ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ ഗോപികാഗീതത്തിൽ എന്താ ഭട്ടതിരിപ്പാട് പറയുന്നത്? തവ വിലോകനാൽ ഗോപികാജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതൈവ സ്ഥിമിതദാം ദധൂസ്ത്വൽപുരോഗത. സുഖല്ലേ? ആ ഗോപികാഗീതത്തിന്റെ ഈണത്തിൽ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ ഞാനും ചൊല്ലി ഒരു നാരായണീയത്തിലെ ദശകം എന്ന് പറയാം. എന്താ അവിടെ പറയുന്നതെന്ന് നോക്കൂ. തവ വിലോകനാൽ ഗോപികാജന, ഹേ കൃഷ്ണ അംബുജാക്ഷ താമരക്കണ്ണ, അങ്ങയെ കണ്ടപ്പോ ഗോപികമാർ അമൃതവർഷത്തിൽ മുങ്ങിയതുപോലെ മിഴിച്ചു നിന്നില്ലേ? ഒരുപാട് കാലം നിങ്ങൾ ഇവിടെ വന്ന് ഈ ഇരിങ്ങളത്തൂരിലെ വെണ്ണക്കണ്ണനെ അങ്ങനെ തൊഴുത് ഒരു ദിവസം രാവിലെ പൂർണ്ണമായ സമർപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാം എന്നാണ് നാരായണീയം അവസാനിപ്പിക്കുമ്പോൾ ദർശനം കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കുന്ന പാഠം. ഇവിടെ വന്നാൽ നമുക്ക് ദർശനം കിട്ടും. ആ 2 കൈയിലും വെണ്ണയുമായിട്ട് കൃഷ്ണൻ അങ്ങനെ കണ്ണുമിഴിച്ച് നിങ്ങൾക്ക് ദർശനം തരുന്ന ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇവിടെ പറയാണ്, ഹേ കൃഷ്ണ, അങ്ങയെ കണ്ടപ്പോ ഗോപികമാർ അമൃതവർഷത്തിൽ മുങ്ങിയതുപോലെ നിന്നില്ലേ എന്ന്. ഇങ്ങനെ ഗോപികാഗീതവും അങ്ങോട്ട് സമർപ്പിച്ച് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ, ഇന്നിപ്പോൾ ഏകാദശിയൊക്കെ അല്ലേ, ഏകാദശിയാണ്, ഇവിടെ ഇരിക്കാം. നാരായണീയം കുറച്ച് രാവിലെ വായിച്ചുല്ലോ. നാരായണീയത്തിലെ 92ാമത്തെ ദശകം എത്തുമ്പോഴാണ് ഗംഗാ ഗീതാജ ഗായത്രി തുളസികാ ഗോപികാ ചന്ദന
തിരുവനന്തൽ എന്നും പറഞ്ഞിട്ട് ഏകാദശീന്റെ മാഹാത്മ്യമൊക്കെ നമുക്ക് ഒറ്റ ശ്ലോകത്തിൽ എന്ത് സുന്ദരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതെന്നറിയോ? അതും കഴിഞ്ഞ് 99 എത്തുമ്പോഴാണ് വേദ തത്വങ്ങൾ മാത്രം കറന്നെടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി 99ാമത്തെ ദശകമൊക്കെ എഴുതി വെയ്യ, വാദത്തിന്റെ ആസ്ക്യത കൂടി വരികയാണ്. എന്താ ഇത്രയും ജപിച്ചിട്ടും ഈ അസുഖം മാറ്റി കൊടുക്കാഞ്ഞ്? ഇപ്പൊ രായിരനെല്ലൂര് പോകുന്നവരുണ്ടാവൂലോ. നാരായണത്ത് ഭ്രാന്തൻ ഭദ്രകാളിയെ പ്രത്യക്ഷമായി കണ്ടപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും വരം തരണം, ഇന്നെ കണ്ടാ വരം കൊടുക്കണം. എന്താ വരം വേണ്ടേ? എനിക്ക് കാര്യമായിട്ട് വരമൊന്നും വേണ്ട. അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് നാടോടിയായിട്ട്, ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നെ കണ്ടാൽ ഒരു വരം വേണം. എന്താ? എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ. അപ്പൊ ഈ മന്തുള്ള കാല് വലിച്ചു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പറഞ്ഞു അത്രേ, ഈ മന്തൊന്ന് അങ്ങോട്ട് മാറ്റി തരുമോന്ന്. അപ്പ പറഞ്ഞു, ദുർഗാക്ഷേത്രം ഉണ്ടല്ലോ രായിരനെല്ലൂര്, പറഞ്ഞു അത്രേ, അയ്യോ അത് എനിക്ക് പറ്റില്ല, അങ്ങയുടെ പ്രാരാബ്ധം അനുഭവിച്ചെന്നെ തീരണം. അതാണ് ഇവിടെയും. അപ്പൊ പറഞ്ഞു ഇത്ര, എന്നാ ഒന്നും വേണ്ട പോയിക്കോളൂ. അല്ല അങ്ങനെയല്ല, എന്നെ കണ്ട സ്ഥിതിക്ക് ഒരു വരം വാങ്ങിക്കണം. അപ്പൊ പറഞ്ഞു ഇത്ര, എന്നാ ഈ മന്ത് മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാലുമത്തെ മന്ത് എന്ത് ചെയ്യണം? അപ്പുറത്തെ കാലം വെക്കുക. അങ്ങനെ അത് മാറ്റി കൊടുത്തു ഇത്ര. അത്രയും കഴിവ് ഭഗവതിക്കുണ്ട്. പക്ഷെ എന്താ മാറ്റി കൊടുക്കാത്തെ? നമ്മളിവിടെ വന്ന് ചോദിക്കുന്നുണ്ട്, ഭഗവാൻ എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷെ എന്തേ നമുക്ക് തരാത്തത്? നമ്മുടെ പ്രാരാബ്ധം അത് അനുഭവിക്കന്നെ വേണം. ആത്മീയത അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാരാബ്ധവും കൂടി അനുഭവിക്കണം. കർമ്മികളാണ് നമ്മളെല്ലാവരും. കർമ്മവാസന, കർമ്മബന്ധനം അത് അനുഭവിച്ചേ തീരൂ. ജ്ഞാനപ്പാന പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുക. ഇവിടെ 99ാമത്തെ ദശകം എഴുതി അവസാനം പറയാ, കൃഷ്ണ ഞാൻ എന്തെല്ലാം എഴുതി, അങ്ങയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വർണ്ണിച്ചു, എന്റെ വാദം മാറിയില്ലാലോ, എന്നപ്പം ഞാൻ സമർപ്പിക്കാട്ടോ. എന്നാ സമർപ്പിച്ചെന്നറിയോ? വൃശ്ചികം 28-നാണത്രേ നാരായണീയം ഗുരുവായൂരപ്പന്റെ നടയിൽ അങ്ങോട്ട് സമർപ്പിച്ച്. ഇന്ന് ഈ വൈശാഖത്തില് ഏകാദശി നോറ്റിട്ട് നിങ്ങളങ്ങനെ, ഇനി നോക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് കുറെ അങ്ങ് എത്തുമ്പോൾ മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതൊക്കെ വേണം. അങ്ങനെ ഇതായി പറഞ്ഞു എന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഭാഗവതവും നാരായണീയവും പറയുന്നുണ്ട്. നോൽക്കാത്തവർ വിഷമിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 99ാമത്തെ ദശകം അത് കഴിഞ്ഞ് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ഒരു നീല വെളിച്ചായിട്ട് ആ ശ്രീലകത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് പ്രത്യക്ഷമായി ഇത്രേ. അപ്പോഴാണ് ചോദിക്കുന്നേ, വട്ടേരിപ്പാടേ ഇപ്പൊ എന്നെ കണ്ടില്ലേ, എന്നെ കുറിച്ച് ഒന്നും എഴുതുന്നില്ലേന്ന്. അപ്പെടുത്തു എഴുത്താണി അല്ലെ, ഓലയിലല്ലേ എന്ന് എഴുത്ത്. അപ്പോഴാണ് അത്ര എഴുതിയത്. എന്താ ആദ്യം പറഞ്ഞ്, അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലിലോപനീയം പീയൂഷാപ്ലാവിതോഹം. എവിടെ പീയൂഷം പറഞ്ഞ്? 68 ഗോപികമാര് ആ അമൃതത്തിൽ മുങ്ങിയ, അമൃത വർഷത്തിൽ മുങ്ങിയതുപോലെ നിന്നതുപോലെ ഇവിടെ കൃഷ്ണ അങ്ങയെ ഞാൻ കണ്ടു. നിറഞ്ഞു നിൽക്കുന്ന കായാമ്പൂ വർണ്ണനായിട്ടാണ് അത്രേ. കായാമ്പൂക്കളെ കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ ആ നീല വെളിച്ചത്തിൽ എങ്ങനെയാണോ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ചിലരിങ്ങനെ കോടകുഴൽ വിളിച്ച് നിൽക്കണതാവും, ചിലർ 4 കൈയായിട്ടാവും, ചിലർ വെണ്ണക്കണ്ണനായിട്ടാവൂലേ. ഇവിടെ വട്ടേരിപ്പാട് എപ്പോഴും ആ വേണുഗോപാല സ്വരൂപമാണ് അത്ര ധ്യാനിക്കുക. ആ വേണുഗോപാലമൂർത്തി നിങ്ങൾ വനമാല വ്യാഖ്യാനം വാങ്ങുമ്പോൾ കണ്ടു ഒരു നീല കളറാണ്. കാരണം നീല വെളിച്ചമായിട്ടാണ് അത്രേ ഭഗവാൻ ഗുരുവായൂർ പ്രത്യക്ഷപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിന് ഇത്രയും പ്രത്യേകത. ഒരുപാട് മഹത്തുക്കൾക്ക് ഭഗവാൻ ദർശനം കൊടുത്ത മണ്ണ്, ഭൂലോക വൈകുണ്ഠമാണ് ഗുരുവായൂര്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് അഗ്രേ പശ്യാമി അങ്ങോട്ട് എഴുതിയത്. ഇനി കുറച്ചും കൂടി അവിടെ എത്തിയിട്ട് പറയാണേ, അതെ കൃഷ്ണ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു, ഏതെല്ലാം ഗീതങ്ങൾ വർണ്ണിച്ചു, പക്ഷെ എവിടെ അതൊക്കെ ഇരിക്കണേ? ആണ് ക്ഷേത്രാരാധനയൊക്കെ സന്യാസിമാർ ക്ഷേത്രത്തെ പോലെയല്ലോ, ഒരു പടി മാത്രം LKG കുറച്ച് കഴിഞ്ഞാൽ ഉയർന്നു കഴിഞ്ഞാൽ അതൊക്കെ നിർത്തി നമ്മൾ സന്യാസം സ്വീകരിക്കുന്ന. ഇവിടെ പറയാണ്, കൃഷ്ണ ഞാൻ എന്തെല്ലാം രചിച്ചു. യഥാർത്ഥത്തിൽ ഭഗവാനെ അങ്ങ് എവിടെയായിരിക്കുന്നത് എന്ന് പറയാ. ഇത്തം ചിത്തസ്ഥിതം നീ പവനപുരപതി കൃഷ്ണ കാരുണ്യ സിന്ധു. കൃഷ്ണ ഹേ കൃഷ്ണ അങ്ങ് എവിടെയായിരിക്കുന്നേ? ചിത്തസ്ഥിതം നീ എൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ടാണ് അമ്പലത്തിന് മുന്നിലണ്ടെത്തിയ നമ്മളെന്താ ഒറ്റ അടക്കല അല്ലെ? ഗുരുവായൂർ 4 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കും, മുന്നിലണ്ടെത്തിയ ഒറ്റ അടക്കല. അപ്പൊ അങ്ങനെ കണ്ടു, ഈ കണ്ടില്ല ടീച്ചറെ, അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ണടച്ചു. അപ്പൊ എവിടെ ഇരിക്കണേ? ഇതിനുള്ളിൽ തന്നെ ഇരിക്കുന്നേ. അത് വ്യക്തമായിട്ട് ഭട്ടേരിപ്പാട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. അതൊക്കെ പറഞ്ഞിട്ടും പിന്നെയും മനസ്സിങ്ങനെ തുടിക്കുക. ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാനോട് നമ്മൾ എന്താ പറയാ? കൃഷ്ണ എന്തൊക്കെയോ ഇവിടെ ഇരുന്ന് ജപിച്ചുല്ലേ. ഐകമത്യ സൂക്തം നിങ്ങൾ ഇവിടെ ചൊല്ലിയില്ലേ? വേദം പഠിച്ചവരൊക്കെ ഉണ്ട്. വേദ
വേദമന്ത്രങ്ങൾ മുറിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ സ്വരിതം അനുദാത്തം ഉദാത്തത്തിനൊക്കെ അനുസരിച്ച് അതിന് മുന്നിലുള്ള അക്ഷരങ്ങളുടെ ഉച്ചാരണ ശുദ്ധി മാറുന്ന പറയാ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭഗവാനെ അങ്ങയെക്കുറിച്ച് എഴുതി വെച്ചു, പക്ഷേ എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മ ക്ഷമിക്കണമേ. നമ്മൾ എന്താ ചെയ്യുക? രാവിലെ അങ്ങോട്ട് തുടങ്ങും. ആവോഹിഷ്ടാമയോ ഭുവഃ ദാനവൂർജേദാദനാ മഹേരണായ ചക്ഷസേയോ വശിവതമോരസ. ഇങ്ങനെ പറഞ്ഞ് ആ യജുർവേദ നിത്യാന്മിക മന്ത്രം ജപിച്ച് രാവിലത്തെ സന്ധ്യാവന്ദനം ചെയ്ത് അവസാനം എന്താ പറയാ? ഭഗവാനെ കൃഷ്ണ, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇവിടെ എന്താ പറയുന്നത്? അജ്ഞാത്വാദേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേതാ സ്തോത്രം ചെയ്തൽ. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഒരുപാട് സ്തോത്രങ്ങൾ ഞാൻ രചിച്ചു. ദ്വേതാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന ശ്രുതിഷു ച ജനുഷാ. ശ്രുതികൾ എന്ന് പറഞ്ഞ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം പറയുന്നത് അങ്ങയുടെ ആ അവതാരങ്ങളെ കീർത്തിച്ചാൽ മതി എന്നാണ്. സ്പീതം ലീലാവതാരേരിതമിഹ കുരുതാ മായുരാരോഗ്യ സൗഖ്യം. ഹേ കൃഷ്ണ, എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ. എത്ര ബുദ്ധിമാനാ പട്ടേ. ഒരുപാട് ചിന്തിച്ചു നോക്കൂ. നമ്മളിവിടെ എന്താ വന്നിട്ട് പ്രാർത്ഥിക്കുക? കൃഷ്ണ സുഖാവണേ കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലാം കൊണ്ടും ശരീരത്തിന് അസുഖമൊന്നും ഇല്ല, ആയുസ്സില്ല, 10 വയസ്സ് വരെ ജീവിച്ചു. ഇങ്ങനെ കൃഷ്ണകഥകൾ കേട്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നും ഇപ്പം ഇതൊന്നും ഒന്നുമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉദ്ധവനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ വൈശാഖ മാസമല്ലേ, നിങ്ങൾ തണ്ണീർ പന്തൽ കെട്ടിക്കോളൂ, ദാനധർമ്മം ചെയ്തോളൂ, ഏകാദശി നോറ്റോളൂ, കിണറും കുളവും കുഴിച്ചോളൂ, തപസ് ചെയ്തോളൂ, വേദം ജപിച്ചോളൂ. പക്ഷേ നിങ്ങൾക്ക് എന്നെ കിട്ടില്ല കേട്ടോ. പിന്നെ എന്താ ഭഗവാനെ അങ്ങേ കിട്ടാൻ വേണ്ടത്? സത്സംഗം ഉണ്ടായിരിക്കുക. എന്താ സത്സംഗം എന്ന് പറഞ്ഞാൽ ഇതന്നെ, സത്തുക്കളുമായി സംഘം ഉണ്ടായിരിക്കുക. ഒരു മാതൃസമിതി കൂട്ടായ്മ, ഇത്തിരി ആത്മീയമായ അറിവുള്ളവരെ മാതൃസമിതിയിലേക്ക് വരൂ. അപ്പൊ എന്താ, നമ്മൾ ആരുമായാണോ സമ്പർക്കം പുലർത്തുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ഉയർച്ച ഉണ്ടായിരിക്കും. ആത്മീയമായ ഒരുപാട് അറിവുള്ളവരെ കൂടെ കൂടി കഴിഞ്ഞാൽ അവരതങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഇതീതം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മന. അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ശരി, എന്തൊരു സുഖ. പ്രദക്ഷിണം വെക്കുമ്പോൾ ഒപ്പം ഇങ്ങനെ ആ സഹസ്രനാമവും ജപിച്ച് ഇവിടെ വന്നിട്ട് നിങ്ങൾ ആ ഫലശ്രുതിയൊക്കെ മുഴുവനായും ചൊല്ലി വാസുദേവാശ്രയോ മർത്യോ വാസുദേവ പരായണ സർവപാപ വിശുദ്ധാത്മായാതി ബ്രഹ്മ സനാതനം. വാസുദേവനെ ആശ്രയിക്കുന്നവർ സർവ പാപങ്ങളും നീങ്ങി പരിശുദ്ധരാകുന്നു. അപ്പൊ ആയുസ് വേണ്ടേ? എന്നാലല്ലേ ഇവിടെ വന്നിരുന്ന് നാമം ചൊല്ലാൻ പറ്റൂ. ആയുസ്, ആരോഗ്യം, അസുഖാണ്, കിടക്കയിൽ കിടപ്പാണ്, ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഈ ജീവിതത്തിലെ ഏറ്റവും സുഹൃതാണ് ഒരു ക്ഷേത്രാന്തരീക്ഷത്തിൽ വന്നിരുന്ന് ഈശ്വര കഥകൾ കേൾക്കുക. കാരണം കഥ പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാവും. ഈശ്വര കഥയാണെങ്കിൽ വേറെ എല്ലാ കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ട്. ഇവിടെ വന്നിരുന്നു, മനസ്സിനൊരു സുഖമില്ല, വീട്ടിലാകെ കൂടെ കുടുംബ പ്രശ്നമാണ്, വല്ല സമാധാനം ഉണ്ടോ? ഈ പറഞ്ഞ വല്ലതും തലയിലേക്ക് കയറുമോ? മനസ്സ് ശാന്തമായിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കഴിയൂ? നമുക്ക് ഭക്തിയിൽ അങ്ങനെ ആറാടി ലയിച്ച് ഇരിക്കാൻ കഴിയൂ. ഇങ്ങനെ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. അവസാനത്തെ ശ്ലോകം എന്താ പറയുന്നത്? ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സുഖവും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ. ഇനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മളുടെ സമ്പർക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വ്യക്തിയുമായി നമ്മളൊരു കൂട്ടുപിടിക്കുമ്പോൾ അദ്ദേഹം ആത്മീയമായി എന്തെല്ലാം ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മളും ചെയ്യുക. നിങ്ങൾ തന്നെ ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കൂ. അടുത്ത വീട്ടിൽ ഒരാളുണ്ട്, വൈശാഖാണ്, നേരത്തെ പുഴയിൽ പോയി കുളിക്കണം, വരണോ എന്ന് ചോദിച്ചാൽ നമ്മളും കൂടെ പോയില്ലേ? ഇല്ലെങ്കിലോ നമ്മളവിടെ ഷൂന്ന് എഴുതി കിടന്നുറങ്ങും. അപ്പോഴെന്താ, നമ്മുടെ സമ്പർക്കത്തിന് ഒരുപാട് കഴിവുണ്ട് നമ്മളെ ആത്മീയമായിട്ട് ഉയർത്താൻ. നമ്മൾ നല്ല സമ്പർക്കം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എവിടെയാണോ വന്ന് ജനിക്കുന്നത് അത് ആരുടെ കൂടെ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ, സത്തുക്കളുടെ കൂടെ വന്ന് ജനിക്കണം. അതിനെന്ത് വേണം? പൂർവജന്മ സുഹൃതം വേണം. സുഹൃതികൾക്ക് മാത്രമേ, ഒരുപാട് ജന്മങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ
നമ്മൾ സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ജന്മങ്ങളിൽ സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ജന്മം ഇങ്ങനെ ഈശ്വര കഥകൾ പറയുന്ന ഇങ്ങനെയുള്ളപ്പോ ഇവിടെ പ്രതിഷ്ഠാദിന എല്ലാ വർഷവും ഉണ്ടല്ലോ, ഈ വർഷം വേണ്ട അങ്ങോട്ട് വെച്ചാലോ ഒന്നും കേൾക്കാൻ കഴിയില്ല. ഇങ്ങനെ സൈലന്റ് ആയി നിങ്ങൾ ഇരിക്കൂല, എന്തെങ്കിലുമൊക്കെ വേറെയുള്ള വർത്തമാനത്തിലും ഇങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോവും. ഇതാണ് കഥ. അതല്ലെങ്കിലോ ഇത്തിരി സുഹൃതം ഉള്ളവരെന്ത് ചിന്തിക്കും? അരവിന്ദ മാഷ് വിളിക്കും, എന്താ ടീച്ചറെ പ്രാവശ്യം നമുക്കൊന്ന് കൂടണം കേട്ടോ, എന്താ വിഷയം എന്നും ചോദിക്കും. ചില കമ്മിറ്റിക്കാർ വിഷയം തരും, ചിലർ ഇങ്ങോട്ട് ചോദിക്കും എന്താ വെക്കുക, കുറെ വർഷമായില്ലേ. അപ്പോൾ പറയാണ് നാരായണീയം. ഇപ്പൊ നാരായണീയത്തെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? നാരായണീയത്തിന് എത്ര പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലായോ? പ്രസക്തമാവാൻ കാരണം ഇപ്പോൾ അമേരിക്കയിൽ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ആ നാരായണീയം ഒന്നും കൂടി പോസ്റ്റ് ചെയ്യുമോ? അപ്പൊ എന്താ, ഈ അടുത്താണ് ഭാഗവതം അയച്ചു കൊടുത്തത്. ഗോപാലൻ നായരുടെ 8 വോളിയങ്ങൾ അയച്ചു കൊടുത്തു. ഇത്രയും കിലോ ആണ്, അത്ര രൂപയാണ് എന്നൊക്കെ അവർ പറഞ്ഞു. ഇപ്പതാ നാരായണീയം വേണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാ? ജനങ്ങൾ, ലോകം മുഴുവൻ നമ്മുടെ നാരായണീയത്തിന്റെ പുറകെ. ഇന്ന് വൈശാഖാണ്, കൃഷ്ണന്റെ അമ്പലാണ്, പ്രതിഷ്ഠാദിനാണ്, ഭാഗവതത്തിന്റെ പ്രസക്തി എന്ന് വെക്കാമായിരുന്നു. ഭാഗവതത്തിനെയും ആറ്റിക്കുറുക്കി 18,000 ശ്ലോകത്തിന് വെറും 1036 ശ്ലോകത്തിലാക്കാൻ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ കൂടെ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ സ്വന്തം ഗുരുവിൻ്റെ കയ്യിൽ നിന്നും കർമ്മവിഭാഗദാനം എന്നും പറഞ്ഞ് ആ വാദം വാങ്ങിച്ചത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമല്ല, ഗുരുവിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ചതാ. അത് മാറുന്നതിന് വേണ്ടി നമ്മുടെ എഴുത്തച്ഛനോട് ചോദിക്കുക, എന്താ പനി ചെയ്യുക? അപ്പൊ എഴുത്തച്ഛൻ എന്താ പറഞ്ഞ്, പക്ക നമ്മുടെ മലപ്പുറം ഭാഷയിൽ മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അത്രേ മീൻ തൊട്ട് കൂട്ടുക പറഞ്ഞ മത്സ്യാവതാരം മുതൽ ഇങ്ങോട്ട് വർണ്ണിക്കാനാ പറഞ്ഞ്. നേരെ പോയി ഗുരുവായൂരപ്പന്റെ നടയിൽ അങ്ങോട്ട് ഇരുന്നു, ഇതങ്ങോട്ട് രചിച്ചു. ഇത് സമർപ്പിച്ചിട്ട് അവിടെ ഭഗവാനെ തന്നെ ഭജിച്ചിരുന്നോ? ഇല്ല. ഗുരുവായൂർ പോയി അങ്ങോട്ട് പോരാൻ തോന്നില്ലല്ലോ, ആ തണുപ്പത്ത് അവിടെയൊക്കെ അങ്ങനെ ഇരിക്കണം തോന്നും, ആ കല്ലൊക്കെ വിരിച്ചെടുത്ത്. പക്ഷേ പട്ടേരിപ്പാട് വാദമൊക്കെ മാറിയതിന് ശേഷം അവിടെ നിന്ന് നേരെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലേക്ക് തന്നെ മേൽപ്പത്തൂര് അവിടെ ഇല്ലണ്ട് അങ്ങോട്ട് വന്നു. ഭദ്രകാളിയെയാണ് അത്രേ പിന്നീട് ഭജിച്ചത്. ദേവീ ഭക്തനായിട്ട് മോക്ഷം നേടി എന്നാ പറയുന്നത്. ഏതെങ്കിലും ഒരു ഉപാസനമൂർത്തി ഉണ്ടായിരിക്കാം. ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കും, ഇനിയിപ്പോൾ ഞാനേതാ, എനിക്ക് നാരായണീയം ഒരുവിധം ഒന്നും ആർക്കും പറ്റുന്നില്ല എന്ന് തന്നെ പലരും സാധാരണക്കാർ പറയാറുള്ളത്. പിന്നെ ഒരു ശക്തമായ മാതൃസമിതിയൊക്കെയായി ഒരമ്മ അതിനായിട്ട് മെനക്കെട്ടാണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി പഠിക്കും. എന്തായാലും ആഗ്രഹത്തിന് വേണ്ടി ഒരു തവണയെങ്കിലും ഒക്കെ ഒന്ന് വായിച്ച് സമർപ്പിക്കുക. കാരണം നിങ്ങളിവിടെ ഇപ്പോൾ വിളക്ക് വെച്ചു, ഇവിടെ ഇരുന്ന് സഹസ്രനാമം ജപിച്ചു, നാരായണീയം ജപിച്ചു, എന്തും ജപിക്കുമ്പോൾ ഒരു തുടം പൂക്കൾ, ഇപ്പം മഴയൊക്കെ പെയ്ത് ഇഷ്ടം പോലെ പൂക്കളുണ്ടല്ലോ, ഒരു പിടി പൂക്കൾ നിങ്ങളുടെ ഒരു പൂപ്പാലികയിലോ ഇലയിലോ വെച്ചിട്ട് ആ വിളക്കിൻ്റെ പാദങ്ങളിൽ തന്നെ നമ്മുടെ ശ്രീലകത്തുള്ള കൃഷ്ണനുണ്ടെന്ന് സങ്കല്പിച്ച് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദശകം സമർപ്പിക്കുമ്പോൾ ഇത്തിരി പൂക്കളെടുത്ത് ആ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ദശകം അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഈ വർഷം ചെയ്ത കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി ഉയരത്തേക്ക് വരിക അടുത്ത വർഷമാകുമ്പോൾ. അതിനും പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പടിപടിയായി അങ്ങനെ ഉയർന്ന്, പിന്നെ മറ്റുള്ളവർ പറയണം, ആ ഇരിങ്ങളത്തൂരുണ്ടല്ലോ നാമജപ സമിതിയൊക്കെ സംഭവമാണ്, മാതൃസമിതിക്കാർ മാത്രം മതി. മാതൃസമിതിക്കാർ വിചാരിച്ചാൽ ശിവന്റെ ശക്തി ആരാ? പാർവതിയാണ് ആര്? ഈ അമ്മമാരായി കയറി വരുന്നത്. അതുകൊണ്ടാണ് മാതൃസമിതി എന്നൊരു സംഭവം തന്നെ ഉണ്ടാക്കിയത് ക്ഷേത്രങ്ങളിൽ. മാതൃസമിതിക്കാരെ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ മാതൃസമിതി ഒരുപാട് ക്ഷേത്രങ്ങളിൽ മാതൃസമിതി ഉണ്ടാക്കിയാണ്. ഞങ്ങളവിടെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഒരു ദിവസം 1 രൂപ പിരിവ്. ഇവിടെ ദ്രവ്യം ഇല്ലാതെ ഒരു കാര്യങ്ങളും ഒരമ്പലത്തിലും മുന്നോട്ട് പോവില്ല. അപ്പോൾ ദ്രവ്യം സമർപ്പണം മാതൃസമിതിക്കും പലതും ചെയ്യാൻ കഴിയും. ഒരു ദിവസം 1 രൂപ പിരിവ് എന്ന് പറഞ്ഞപ്പോൾ ഈ തൊഴിലുറപ്പിനൊക്കെ പോണ സ്ത്രീകളാണ്. മാസം 30 രൂപ. ചിലർ പറയും 50 രൂപ അതെ വെച്ചോളൂ ടീച്ചർ, ഇനി ബാക്കിയൊന്നും വേണ്ട. ചിലർ 100 രൂപ തന്നിട്ട് പറയും ഇനി ബാക്കിയൊന്നും വേണ്ട. ഒരു മാസത്തെ പിരിവാണത്. ചിലർ ടീച്ചർമാരൊക്കെ ഉണ്ട് 500 രൂപ തരും, അതവിടെ ഇരുന്നോട്ടെ. ഇങ്ങനെ വലിയ ഒരു ഫണ്ടായിട്ട് ചില ക്ഷേത്രങ്ങളിൽ മൈക്ക് സെറ്റ് വാങ്ങിച്ചു. ചില ക്ഷേത്രങ്ങളിൽ അവർ നാമം ജപിക്കാനായിട്ട് ഒരു കൃഷ്ണ വിഗ്രഹവും ഒരു വലിയ തളികയും വാങ്ങി. ഇപ്പം അവർ ആ കൃഷ്ണനെ പട്ടൊക്കെ വിരിച്ച് ഒരു തളികയിലൊക്കെ മുകളിൽ കയറ്റി പലകയൊക്കെ വെച്ച് ഇരുത്തി എല്ലാ ദിവസവും വൈശാഖല്ലേ 1-ാം തീയതി മുതൽ ഒരു മാല പിരിച്ച് ചാർത്തുക. ഭഗവാന് വേണ്ടി ഒരു മാല പിരിക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. ശ്രീലകത്ത് ചിലപ്പോൾ അമ്പലവാസികൾ കെട്ടിയത് ചാർത്തു, പഴയ ചടങ്ങ്. പക്ഷെ നമ്മൾ വെക്കുന്ന കൃഷ്ണന് മാതൃസമിതിക്കാർ നാമം ചൊല്ലുമ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹം വെച്ചാൽ ആ കൃഷ്ണനെ നമുക്ക് മാല കെട്ടി ചാർത്താം. എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് അവർ എന്നും വൈശാഖത്തിൽ ഒരു മാസം മുഴുവൻ
വിഷ്ണു സഹസ്രനാമം ജപിച്ച് അങ്ങനെ അർച്ചിച്ചുകൊണ്ടിരിക്കുക, അർച്ചനയും. എന്നിട്ട് അർച്ചന കഴിഞ്ഞ ആദ്യം ആ വിളക്കിന് എടുത്തിരിക്കുന്ന ആളാ കൃഷ്ണൻ അർച്ചന ചൊല്ലുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞാൽ തൊഴുത് നമസ്കരിക്കുമ്പോൾ അവരെല്ലാവരും ഓരോരുത്തരായി മുന്നിൽ വന്ന് ആ പൂക്കളെടുത്ത് കൃഷ്ണനെ ഇട്ട് ഇങ്ങനെ ഇടണം കേട്ടോ, അങ്ങനെ വലിച്ചെറിയരുത്, ഇങ്ങനെയാണ് അർച്ചന നടത്തേണ്ടത്. വിളക്കർച്ചനയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അങ്ങനെ തൊഴുത് നമസ്കരിക്കും. അവസാനത്തിൻ്റെ അന്നും ആദ്യത്തിൻ്റെ അന്നും അവരെന്ത് ചെയ്യും? അക്ഷതം കൂടി ചേർത്താണ് പൂക്കള് അർച്ചിക്കുന്നത്. അക്ഷതം എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷതം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് എന്നാ. നമ്മൾ അരിയും പൂവും ചേർത്ത് ഇങ്ങനെ ഇടില്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ തിരുമേനി നമ്മളതിനെ അനുഗ്രഹിക്കില്ലേ, അതിൽ നെല്ലും ഉണങ്ങല്ലരിയും പൂവും ചേർന്ന അക്ഷതായി എന്നാ പറയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അറിവിൽ നമ്മൾ അങ്ങോട്ട് ഉയരണം. നമ്മളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗ്രന്ഥങ്ങളിലൂടെ പോയി എങ്ങനെ ഈ അർച്ചന നടത്താം, ഓരോ ദശകങ്ങളും ഭഗവാൻ എങ്ങനെ സമർപ്പിക്കാം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി മഹാഭാരതത്തെക്കുറിച്ചുകൂടി ഇത്തിരി പറയാം. ഇപ്പോൾ പുണ്യ തീർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ ആർക്കാ കൊടുക്കുക? ഗംഗാദേവിക്കാ കൊടുക്കുക. രാവിലെ എഴുന്നേറ്റ് ആദ്യം നിവർന്നിരിക്കണം എന്നാ പറയുക. എന്താ? പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നാൽ ബ്ലഡ് സർക്കുലേഷൻ്റെ ആ ഒരു ഡയറക്ഷൻ മാറുമ്പോൾ BP വേരിയേഷൻ വരും, ബ്ലഡ് പ്രഷർ മാറിയ തലകറക്കം വരും. അതിനുവേണ്ടി സയൻസാണ്, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചതൊക്കെ സയൻസാ. നിവർന്നിരുന്ന് നീ നിന്റെ ഇഷ്ടദേവതയോട് 1 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഒരു ഉപാസനാമൂർത്തി ഉണ്ടായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നിസ്സാരമായ ഈ ജീവിതത്തിൽ സാരമായ ഒരു ഉപാസന നമ്മൾ സ്വീകരിച്ച്, ഒരു ഗ്രന്ഥം നാം സ്വീകരിച്ച് ഉപാസന മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഉപാസനയുടെ കൂട്ടത്തിലുള്ളതാണ് എന്ത്? രാവിലെ എഴുന്നേറ്റാ നിവർന്നിരുന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ അപ്പം ആലോചിക്കുക, അയ്യോ ഇപ്പം ഞാനാണാവോ ശകുനം കാണുക, കരാഗ്രേ വസതേ ലക്ഷ്മി, കയ്യെ നെയ്യെ വെണ്ണ പശു, ഇതൊക്കെ നമ്മൾ രാവിലെ ദർശനത്തിന് നല്ലതാണ്. അതായത് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ പ്രഭാതി, കരദർശനം. രാവിലെ കൈ കണ്ടുകൊണ്ട്, അതാണ് നമ്മളുടെ എന്ത്? കണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഭൂമി വന്ദനാണ്. കട്ടിലും വന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കാല് ഏറ്റവും ചെളിയൊക്കെ ഉള്ളതാല് പാദസ്പർശം ക്ഷമസ്വമി എന്ന് ഭൂമി വന്ദനം. അതായത് പാദഹസ്താസനാണ് അത്, താഴെ തൊട്ട് നമസ്കരിക്കുമ്പോൾ. അത് യോഗയും കൂടിയ. അതും കഴിഞ്ഞാൽ നമ്മളുടെ മാലിന്യങ്ങളെ ആർക്കാ കൊടുക്കുക? ഗംഗാദേവിക്കാണ് കൊടുക്കുക. അതായത് വെള്ളമാണ്. പിന്നെ ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. അതായത് മന്ത്രമൊന്നും അറിയില്ലെങ്കിലും ഗംഗാദേവിയെ സ്മരിച്ചുകൊണ്ട് നീ നിന്റെ മാലിന്യങ്ങളെ, നമ്മൾ കൈകാലും മുഖമൊക്കെ കഴുകില്ലേ, പല്ലൊക്കെ തേക്കില്ലേ, അവൾക്ക് നൽകണം എന്നാ. എന്തേ? ഗംഗാദേവിയെ സ്മരിക്കണം എന്ന് പറയാൻ ഇത് മഹാഭാരതത്തിലെ ഒരു കഥയുണ്ട്. ഗംഗാജലത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ പോയി ടീച്ചറെ ഗംഗയിൽ കുളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു വന്നവരുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഭീഷ്മ പിതാമഹർ ശരശയിൽ അങ്ങനെ കിടക്കുക. കൂർത്തുമൂർത്ത ശരങ്ങൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നുണ്ട്. ആ സമയത്ത് പല മഹാനുഭാവന്മാരും വന്ന് കണ്ട് പലതും ചോദിച്ചും പറഞ്ഞും ആശ്വസിപ്പിച്ചും പോകുന്ന സമയത്താണ് ധർമ്മപുത്രർ ഭീഷ്മ പിതാമഹരോട് ചോദിക്കുകയാണ്, നദികളിൽ ഏറ്റവും പുണ്യവതിയായ നദി ഏതാണ് എന്ന്. നമുക്ക് ഉറപ്പാണ് ഉത്തരം. നമ്മുടെ നാഷണൽ റിവർ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഗംഗാ നദി. എല്ലാവരും പറയും ഗംഗ. എന്തേ ഗംഗാ നദിക്ക് ഇത്രയും പവിത്രത ഉണ്ടാവാൻ? നമ്മളൊക്കെ ഇവിടെ നമ്മുടെ മരണം കഴിഞ്ഞാലല്ലേ അന്ത്യേഷ്ടി, മരണം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ വീടുകളിൽ ചെല്ലുമ്പോഴാണ് ആ നമ്മളുടെ അറിവില്ലായ്മ മനസ്സിലാവുക നമുക്ക്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നിലത്തിറക്കുക, അരി നെല്ലും മാത്രം കൂട്ടിയിട്ടല്ലേ വളയുക. അരി നെല്ലും എള്ളും ചേർത്ത്, എള്ള് എന്ന് പറഞ്ഞാൽ തിലാണ്, അത് ചേർത്ത് വേണം വളയാൻ എന്നാ പറയുക. ഈ ഒരു ചന്ദനത്തിരി ഇങ്ങനെ പുകയ്ക്കലല്ലേ, ചന്ദനത്തിരി അല്ല പുകയ്ക്കേണ്ടത്, അഷ്ടഗന്ധം പുകയ്ക്കണം എന്നാ. അഷ്ടഗന്ധം വാങ്ങിച്ച് വെച്ചിട്ട് അത് ഒരു ഇതിൽ തളികയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടിട്ട് അങ്ങനെ സാമ്പ്രാണി ഒക്കെ പുകയ്ക്കണം എന്നാ പറയുക. ഇതൊക്കെ നമ്മൾ അറിവില്ല. അന്ത്യേഷ്ടിയെ കുറിച്ച് നമ്മളുടെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള കാര്യങ്ങൾ ഷോഡശ സംസ്കാരത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാ. നമ്മളത് വായിക്കുന്നില്ല, അറിയുന്നില്ല, അറിഞ്ഞ് ആരാധിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അറിവുള്ളവർ ചെയ്യുക, അറിയാത്തവർ അങ്ങനെ പഴയ പോലെ തന്നെ പോട്ടെ. ഇനി മരണത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ഷോഡശ സംസ്കാരത്തിൽ പറയുന്ന കാര്യത്തിനപ്പുറം നമ്മൾ
മരണം കാത്തു കിടക്കുന്ന ഭീഷ്മാചാര്യരുടെ അടുത്ത് ചെന്ന് ധർമ്മപുത്രർ ചോദിക്കുകയാണ്, നദികളിൽ ഏറ്റവും പുണ്യവതിയായ നദി ഏതാണ്? പറഞ്ഞു, ഗംഗാ നദിയാണ്. എന്തുകൊണ്ടാണ്? അതറിയണം നമ്മൾ. എന്തുകൊണ്ടാണ് ഗംഗാ നദി ഇത്രയും പതിവ്രത അല്ലെങ്കിൽ പവിത്രയാകുന്നത്, പരിശുദ്ധയാകുന്നത്? ഇത് നമ്മൾ അറിയണ്ടേ. അപ്പൊ നമ്മളെ മരണം കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അസ്ഥിയൊക്കെ അല്ലെ, നമ്മൾ ചിത വെക്കുകയാണെങ്കിൽ അസ്ഥി നിമജ്ജനം ചെയ്യാമെന്നെങ്കിൽ നമ്മൾ തിരുനാവായിൽ പോലേ നീളയാണ് എന്നുള്ളത് കൊണ്ട് നീള ഗംഗ തന്നെ എന്ന് സങ്കല്പിക്കുക. ശരിക്കും മരണം കഴിഞ്ഞ ആ അസ്ഥി, നമ്മൾ ദേഹിയുടെ അസ്ഥി നിമജ്ജനം ചെയ്യേണ്ടത് ഗംഗാ നദിയിലാണത്രേ. ഈ ഗംഗാ നദിയിലെ ജലം അത്രയും പവിത്രമായതുകൊണ്ടാണ് അതവിടെ കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദേഹിക്ക്, ആരുടെ ശരീരത്തിലെ അസ്ഥി കഷ്ണമാണോ അത്, ആ ദേഹിക്ക് മോക്ഷം അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി ലഭിക്കുന്ന പറയാ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഗംഗാജലം തൊട്ട് നാവിൽ വെച്ച് കൊടുക്കുക. ചെവിയില്, വലത്തെ ചെവിയില് ഓങ്കാരം ജപിക്കണം എന്നാ പറയാ. ഇനി അത് കഴിഞ്ഞാലോ, നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അലക്സാണ്ടർ ഇന്ത്യ കീഴടക്കാൻ പോവുക, ഭാരതത്തെ കീഴടക്കാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പൊ അലക്സാണ്ടറുടെ അമ്മ എന്താ പറഞ്ഞേന്നോ, മോനെ നീ വരുമ്പോൾ അമ്മയ്ക്ക് ഒരു ഇത്തിരി ഗംഗാജലം കൊണ്ടുവന്ന് തരണം. നമ്മളാരും നോർത്ത് ഇന്ത്യയിൽ പോകുന്നവരോട് പറയുന്നില്ല അല്ലേ, അതിന്റെ പവിത്രതയെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പവിത്രമായത്? എന്തുകൊണ്ടായിരിക്കാം? ഗംഗേനെ നമ്മൾ എവിടെയാ കാണുന്നേ? മഹാദേവന്റെ തിരുജടയിലാണ് അങ്ങനെ ഒഴുകി ഒലിച്ചിറങ്ങുന്നത്. മഹാദേവൻ, ആദിദേവനാണ് മഹാദേവൻ. എങ്ങനെയാ മഹാദേവന്റെ തിരുജടയിൽ ഗംഗാദേവി വന്നത്? നമ്മളുടെ രാമായണ കഥകൾ അറിയാത്ത ആരും ഇല്ല. അതിൽ പറയുന്നുണ്ട്, ആകാശഗംഗയെ പാതാള ലോകത്തു കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. ഭഗീരഥ പ്രയത്നം ചെയ്യണം എന്നാ പറയാ. ഭഗീരഥൻ, ദിലീപന്റെ പുത്രനായ ഭഗീരഥൻ എന്ത് ചെയ്തു? സകര രാജാക്കന്മാർ, അദ്ദേഹത്തിന്റെ പിതാമഹന്മാർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ഗംഗാജലം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ തപസ് ചെയ്തു ഗംഗാദേവിയെ. ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഞാൻ കൂടെ വരാം. പാതാളത്തേക്ക് വന്നു, ഭൂമിയിലേക്ക് വരാൻ സമയത്ത് പറയാ, അയ്യോ ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പതനത്തിന്റെ ആ ഒരു ശക്തി കാരണം ഭൂമി തവിടുപൊടിയാവും, അതുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടോളൂ. അപ്പൊ എന്താ പരിഹാരം? ഇപ്പൊ ആലോചിച്ചു, ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആദിദേവനായ മഹാദേവന്റെ തിരിജട, അത് തന്നെ അതിനുള്ള പരിഹാരം. വേഗം വന്നു വീണ്ടും തപസ് ചെയ്യാ. കഠിനമായ ഒരു തപസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. തപസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി, പ്രഭു അങ്ങയുടെ തിരിജടയിൽ ആ ഗംഗാദേവിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആകാശഗംഗയായ ആ ഗംഗാദേവി ഉരുകി ഒഴുകി ഒലിച്ച് എങ്ങോട്ട് പതിച്ചു? മഹാദേവന്റെ തിരിജടയിലേക്ക് പതിച്ചു. അഹങ്കാരിയായ ഗംഗ ഒതിച്ചൊഴുകി പലയിടങ്ങളിലേക്കും പോയപ്പോൾ ആ തിരിജടയിൽ തളച്ചു വെച്ചു മഹാദേവൻ. അതാണ് ഗംഗാദേവി. ഈ ഗംഗാദേവി നോർത്ത് ഇന്ത്യയിലൂടെ അങ്ങനെ ഒഴുകി 3 ലോകങ്ങളെയും പവിത്രമാക്കുന്നു, പരിശുദ്ധയാക്കുന്നു. എങ്ങനെയാ ഗംഗ പവിത്രയായത്, പരിശുദ്ധയായത്? മഹാദേവന്റെ തിരുജടയിൽ വീണ് ഒഴുകുന്നത് കൊണ്ടാ. കൈലാഷ് മൗണ്ടെയിൻസ് എന്ന് കുട്ടികളെ പഠിപ്പിക്കും. ഹിമാലയ സാനുക്കളിലുള്ള കൈലാസ പർവ്വതത്തിൽ മഹാദേവന്റെ തിരുനടയിൽ നിന്നും ഗംഗോത്രിയിൽ നിന്നും ഒഴുകി ഒലിച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ നോർത്ത് ഇന്ത്യയിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെയുള്ള 4 ധാമങ്ങളൊക്കെ സന്ദർശിച്ച് ഗംഗയിലിറങ്ങി ഒന്ന് അങ്ങോട്ട് കുളിക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മുത്തശ്ശൻ പറഞ്ഞു, കുട്ടിയെ കുളിക്കാനൊന്നും പാടില്ല, ഞാൻ നോർത്തിൽ പോണുണ്ട്. അപ്പൊ എന്തേ ചെയ്യണ്ടുള്ളൂ? വീൽ ചെയറില അവിടെ പോയി ഇരുന്നാ മതി എന്ന് പറഞ്ഞു. കാരണം എന്താണോ, മഹാഭാരതം പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ ഗംഗയുടെ തീരത്ത് പോയിരുന്ന് ആ ഗംഗാ ഓളങ്ങളുടെ കാറ്റടിച്ചാലും നിങ്ങളുടെ പാപങ്ങൾ നശിക്കും. ഭക്തജനങ്ങൾ ഇറങ്ങി കുളിച്ച് കയറിപ്പോകുന്ന ആ മണൽത്തരികളിൽ നിങ്ങളൊന്ന് ചവിട്ടിയാൽ നിങ്ങളുടെ സർവ്വപാപങ്ങളും നശിക്കും. എന്തിനാ നമസ്കരിക്കുന്നത്? ഭഗവാന്റെ ഭക്തന്മാരാ ഇവിടെ വന്ന് നടന്നത് മുഴുവൻ. ഇത്തിരി ഭക്തിയുള്ളവരെ അമ്പലത്തിലേക്ക് കയറൂ, പ്രത്യേകിച്ച് ശ്രീലകത്തേക്ക് മറ്റിവിടെ വന്ന് പോവും. അവിടെ തൊഴുതങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ഈ നെറ്റിയില് ഭഗവാന്റെ ഭക്തന്മാരുടെ പാദരേണുക്കൾ പതിയണം എന്നാ. അതിനു വേണ്ടിയിട്ടാണ് അത്ര നമ്മൾ നമസ്കരിക്കുന്നത്. സാഷ്ടാംഗം, നമ്മൾ പഞ്ചാംഗം നമസ്കരിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സന്തോഷമായി. കുളിക്കാൻ പറ്റാത്തവർക്ക്, കുളിക്കാൻ പറ്റുന്നവരോ ഗംഗാ നദിയിൽ ഇറങ്ങി അങ്ങോട്ട് പുണ്യ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും നശിക്കും. അയ്യോ ടീച്ചറെ ഞാൻ പാപമൊന്നും ചെയ്തില്ല പറയില്ലേ. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അമ്പലത്തിലേക്ക് വരുമ്പോൾ നാമജപത്തോടെ ആണെങ്കിലും ചെറു ജീവികളെയൊക്കെ ചവിട്ടി കൊന്നിട്ടുണ്ടാവും. അപ്പം എന്താ, അതും പാപ.
ഈ അഗ്നി പോലെയാണ്, അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും നമ്മളെ കൊള്ളും. അതുപോലെയാ പാപങ്ങളും, അറിയാതെ ചെയ്താലും പാപം തന്നെയാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സർവ പാപങ്ങളും ഗംഗയിൽ മുങ്ങി കഴുകിക്കളഞ്ഞ് മോക്ഷം അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി നേടാം. ഇനി ഗംഗാ സ്നാനം, അതുപോലെ തന്നെ ഗംഗാ നദിയിലെ ജലം പാനം ചെയ്യുന്നതും, ഗംഗാ നദിയിലെ ആ ജലം പാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദേഹശുദ്ധി ഉണ്ടാവുന്ന, സർവ അസുഖങ്ങളും മാറും എന്ന. പലരും ഗംഗാജലമൊക്കെ കൊണ്ടുവന്ന് മരിക്കുന്ന സമയത്ത് കൊടുക്കും. മരണസമയത്ത് ഗംഗാജലം സേവിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് നിത്യശാന്തി ആയിരിക്കും ആ ആത്മാവിന്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് ആരാധിക്കുക. അപ്പൊ ഗംഗയിലൊന്ന് ഇറങ്ങാൻ കിട്ടുന്ന ഭാഗ്യം, നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു യാത്ര കിട്ടുമ്പോൾ ഒരിക്കലും അവിടെ പോയി അയോധ്യ മാത്രം കണ്ടു എന്ന് പറഞ്ഞ് പോരാതെ എന്ത് ചെയ്യുക, ഗംഗാ നദിയെ സന്ദർശിക്കുക, ഗംഗാ നദിയെ തൊഴുത് ഇറങ്ങി കഴിയുമെങ്കിൽ ഒരു സ്നാനം, ഗംഗാ സ്നാനം നടത്തുക. ഹൈന്ദവനായി ജനിച്ചാൽ 5 കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്നാണ് ഗംഗയിൽ കുളിക്കണം. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? മഹാഭാരതം ഒന്നങ്ങോട്ട് പഠിക്കുക, ഗീത പഠിക്കുക, മഹാഭാരതം വായിക്കണം, ഗീത പഠിക്കണം, ഗംഗയിൽ കുളിക്കണം, ഹിമാലയം സന്ദർശിക്കണം. ഹിമാലയത്തിലുള്ള ആ 4 ധാമങ്ങളിലൊക്കെ പോകണം, ഹരിദ്വാറിലൊക്കെ കേദാർനാഥിലൊക്കെ. അത് കഴിഞ്ഞാലോ അവസാനം ഭാഗവതം കേൾക്കുക. ഭാഗവതം അങ്ങനെ അരിച്ചു ഊറ്റി വെച്ചിരിക്കുന്ന നാരായണീയം ദിവസേന നമ്മൾ എന്ത് ചെയ്യുക? ജപിച്ചോണ്ടേ ഇരിക്കുക. ഇനി മഹാഭാരതത്തില് നമ്മളെല്ലാ ചോദ്യത്തിനും ഒന്നിച്ചൊരുത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ലൗകികരാണ്, എല്ലാവരും സുഖാന്വേഷികളാണ്. ഇവിടെ വന്ന ഭഗവാനോട് എല്ലാവരും സുഖല്ലേ ചോദിക്കുക. എല്ലാവർക്കും സുഖാവണേന്ന് പറയില്ല. എൻ്റെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ സുഖാവണേന്ന് പറയില്ലേ. എല്ലാവർക്കും സുഖാവണേ പ്രാർത്ഥിക്കുമ്പോൾ നോക്കൂത്രേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ആരപ്പം എൻ്റെ എല്ലാ കുട്ടികളുടെ കാര്യവും പറയാൻ വന്നിരിക്കണേ വെച്ചിട്ട് ഒന്ന് കണ്ണു തുറക്കുന്നു. ഇങ്ങനെ ഇവിടെ വന്ന് ദുഃഖങ്ങളെ കുറിച്ച് പറയുന്നവരോട് മഹാഭാരതം പറയാണ്, സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യാനന്തരം സുഖം ന നിത്യം ലഭതേ സുഖം ന നിത്യം ലഭതേ ദുഃഖം. എന്താ പറഞ്ഞേ? നമ്മുടെ ഇടയിൽ മൂഢന്മാര് ഉണ്ടെങ്കിൽ, തലയ്ക്ക് നല്ല വെളിവില്ലാത്തവരുണ്ടാവുമല്ലോ, അവർ സുഖികളാണ്. അവർക്കൊരു ചിന്തയുണ്ടാവില്ല, സുഖിച്ച് ജീവിക്കും അവര്. ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ, അതായത് ഗ്രന്ഥങ്ങളിലൂടെ പോയി വിജ്ഞാനം നേടിയവരുണ്ടെങ്കിൽ അവരും സുഖിക്കും. പിന്നെ ആരാ സുഖിക്കാത്തത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളവരാ. കുറച്ചറിവൊക്കെ നേടി പക്ഷെ അങ്ങോട്ട് എത്തിയതും ഇല്ല, അല്ലെ, ഇല്ലത്തുനിന്ന് ഇറങ്ങും ചെയ്തു, അമ്മാത്തേക്ക് എത്തിയതും ഇല്ല പറയും പോലുള്ളവരാ. ഇവിടെ ഗ്രന്ഥം തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്, എന്നും ന നിത്യം ലഭതേ സുഖം, എന്നും സുഖം കിട്ടും എന്ന് വിചാരിക്കേണ്ട, എന്നും ദുഃഖമാകും എന്നും വിചാരിക്കേണ്ട. ഇതൊന്നും ഇവിടെ സ്ഥിരം അല്ല. എന്താ ഗീത പറയുന്നത്? ഇതൊക്കെ ഇങ്ങനെയാണ്. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം ഇങ്ങനെയൊക്കെയാണ്, അനിത്യമാണ്, അസുഖകരമാണ്. നീ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കിയിട്ട് എന്നെ ഭജിക്കണം എന്ന് നമ്മളോട് അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം ഭാഗവതവും കഴിഞ്ഞ് മഹാഭാരതത്തിലൂടെ പോകുമ്പോഴാണ് എന്ത് പറയുന്നത്? ദുഃഖത്തെക്കുറിച്ചും സുഖത്തെക്കുറിച്ചും പറയുന്നത്. ഇനി ദുഃഖവും സുഖവും എങ്ങനെയാ? നമ്മുടെ മനസ്സ് തീരുമാനിക്കുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്, മന ഏവ മനുഷ്യാണാം ബന്ധമോക്ഷൈവ കാരണം. മനസ്സാണ്. നമ്മൾ കരുതുകയാണ് ഇപ്പൊ ഇരിങ്ങളത്തൂര് പോണ അവിടെ ഒരു പ്രഭാഷണം ഉണ്ട്, എനിക്ക് അതാണ് സുഖം, സർവ്വം മറന്ന് അങ്ങനെ ഇരിക്കുക, അതൊരു വല്ലാത്ത സുഖം. 1.5 മണിക്കൂറായത് നിങ്ങൾ അറിഞ്ഞോ? ഇല്ലാലോ. അതാണ് പ്രഭാഷണത്തിന്റെ മഹത്വം. പ്രഭാഷണം കേട്ടാ നിങ്ങളുടെ ടെൻഷൻ സംഘർഷങ്ങളെല്ലാം ഇല്ലാതെയാവും. അപ്പൊ മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു, അത്ര ഒരു ഭക്തി ഉള്ളതൊന്നല്ല, പക്ഷെ അവര് അന്ന് ഒരു പ്രോഗ്രാമിന് മുത്തശ്ശേറ അവർ വന്നതേ ഉള്ളൂ. അവർ പറയാണ് അടുത്ത വീട്ടിലെ കുട്ടീനോട്, അതെ നിങ്ങൾ അതിനൊന്ന് വരണം, അവിടെ അങ്ങനെ ഇരുന്നാണ്ടല്ലോ വല്ലാത്തൊരു സുഖ. അങ്ങനൊരു അനുഭൂതി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഇരിങ്ങളത്തൊരു കൃഷ്ണന്റെ മഹിമ, നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുക. കാരണം ഒരുപാട് പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളിൽ കിടന്നു വലയുമ്പോഴാണ് അത്രേ ഒരു നിമിഷം ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിൽ ഇങ്ങനൊരു വേദിയിൽ എത്തിപ്പെടുക. ആ വേദിയിലാണ്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാലോ ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്താ പറഞ്ഞത്? അനിത്യമസുഖം ലോകം. ഈ ലോകം എങ്ങനെയൊക്കെയാണ്? അനിത്യമാണ്, ഒന്നും നിത്യമല്ല. ഒരൊറ്റ നിമിഷം ചിന്തിച്ചാൽ മതി. ചെറുതാകുമ്പോൾ പാവാടി ഞെമ്പറിട്ട് നടന്നൂലേ, 10 വർഷം കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മളെ സാരി ഉടുപ്പിച്ചു, കല്യാണവും കഴിപ്പിച്ചയച്ചു. 10 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ക്രീം കളറൊക്കെ കയറി മേലില്ലേ, ഇനിയിപ്പോൾ വയസ്സായി, ഇതൊക്കെ മതിയെന്നായി. ഇനി ഒരു 10 വർഷം കൂടിയും കഴിയുമ്പോഴേക്കോ ഇങ്ങോട്ട് വരാൻ തന്നെ വെയ്ക്കില്ല. അപ്പൊ എന്താ? ഇതൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദുഃഖവും സുഖവും നമ്മളുടെ മനസ്സാ തീരുമാനിക്കുക. എനിക്കിത് സുഖമാണ് എന്ന് കരുതിയാൽ നമുക്ക് സുഖ, അല്ല ഇത് എനിക്ക് ദുഃഖാന്ന് കരുതിയാലോ ദുഃഖ. അങ്ങനെ ഉള്ള
ഒരു അറിവ് നേടുന്നവൻ ആരാ? ബുദ്ധിമാന. അവൻ ഗ്രന്ഥങ്ങളെ കുറിച്ചറിയും, ഗ്രന്ഥങ്ങളിലൂടെ പോകും, ആത്മാവിന് ശാന്തി കൊടുക്കും. കാരണം നമ്മൾ ദുഃഖിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഇരുന്ന് ദുഃഖിക്കുക. അപ്പൊ വിഷമം തന്നെ, ആകെ കൂടെ ഓഫീസിൽ പ്രശ്നങ്ങളാ, മനസ്സങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്ലേശിക്കും, മനസ്സ് ക്ലേശിക്കും, ശരീരവും ക്ലേശിക്കും. ഡോക്ടർ എന്താ പറയാ? എന്താ അത്ര ടെൻഷൻ? ഇത്ര ടെൻഷനൊന്നും വേണ്ട കേട്ടോ, അസുഖം മാറില്ല. നമ്മുടെ മനസ്സാണ് എന്ത് തീരുമാനിക്കണേ? ശരീരം എങ്ങനെ പോണമെന്ന് തീരുമാനിക്കണേ. മനസ്സിലിരുന്നിട്ട് ഈ ദുഃഖങ്ങളും വിഷമങ്ങളും വേവലാതികളും ഇതന്നെ പണി. എന്താ വീട്ടിൽ പണി? കുറേ ചോറും കൂട്ടാനും വെക്കുക, വിളമ്പുക, അല്ലേ? അത് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുക, അവരുടെ പാത്രം കഴുകുക. ഇതന്നെ മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോൾ ഒരു ദിവസം ആ ചരടെല്ലാം പൊട്ടിച്ചു മാറ്റി ഇങ്ങോട്ട് വരിക. ഇന്ന് വൈശാഖാണ്, മാത്രമല്ല ഏകാദശി, ഒന്ന് പോയി നോക്കട്ടെ. ഈ ഏകാദശി ഒന്നും നോറ്റിട്ടില്ലെങ്കിലും ഇവിടെ ഏകാദശി നാളിൽ ഇവിടെ വന്ന ഏകാദശി ഒരു സ്ത്രീയാ. അതായത് മുരാരി എന്ന അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിലാത്രേ. ആ സമയത്താണ് ഇവരോ രാക്ഷസന്മാരൊക്കെ കൂടെ അങ്ങോട്ട് വന്നത്. ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഒരു സ്ത്രീ രൂപം അങ്ങോട്ട് ഉണ്ടായി, ശ്രീലക്ഷ്മി തന്നെ. എന്നിട്ട് ഈ എല്ലാ അസുരന്മാരെയും കൊന്നു. മുരൻ എന്ന അസുരനെയും വധിച്ചു. ആ സമയത്ത് ഇങ്ങനെ തൊഴുത് നിൽക്കുക. യോഗനിദ്രയിൽ നിന്നും ഉണർന്നു വിഷ്ണു. അങ്ങനെ തൊഴുത് നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ ഭഗവാൻ ചോദിച്ചു, നീ ആരാ? ഞാൻ ഏകാദശിയാണ്. എന്താ ഇപ്പോൾ ഇവിടെ? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഈ അസുരന്മാരെയൊക്കെ വധിച്ചു, അങ്ങ് യോഗനിദ്രയിലായിരുന്നു, ഇനി എന്താ വരം വേണ്ടേ? അങ്ങനെയാണല്ലോ ഭഗവാനെ കണ്ടാ പിന്നെ. അപ്പോൾ പറയാ, എൻ്റെ പേര് ഏകാദശി എന്നല്ലേ, എൻ്റെ പേരിൽ ഒരു വ്രതം കൊടുക്കണം. ആരാണോ ഏകാദശി നോൽക്കുന്നത് അവർക്കെല്ലാം മോക്ഷവും കൊടുക്കണം. ഇങ്ങനെയാണ് അതിൻ്റെ പിറകിലുള്ള തത്വം. അപ്പം അങ്ങനെയുള്ള ഏകാദശിയൊക്കെ നോറ്റ് ഇവിടെ വരിക, ഏകാദശി നാളിൽ ഭഗവാനെ വന്ന് തൊഴുക, അത് വലിയൊരു കാര്യമാണ്. ആദ്യം പറഞ്ഞു മാഷ്, ഇവിടെ പലരും അങ്ങനെ വരുന്നില്ല എന്നുള്ളത്. ഗ്രാമദേവത, അതിനെക്കുറിച്ച് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജനിച്ച് ജീവിച്ച് പോരുന്ന ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ, ആ ഗ്രാമത്തിൽ ഒരു ദേവത ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ വണങ്ങേണ്ടത് ഗ്രാമദേവനെ അല്ലെങ്കിൽ ദേവതയെയാണ്. അതുകൊണ്ടാണ് പരിസരത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ഇത്രയും നിർബന്ധം. ഇപ്പോൾ ഒക്കെ ഒരുപാട് പേർക്ക് ഭക്തി, ഈശ്വര വിശ്വാസം ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്തേ ഉള്ളൂന്നോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളേ ഉള്ളൂ. എന്തില്ല? അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ, ഗ്രന്ഥപാരായണങ്ങളില്ല. ഇവിടെ നിങ്ങളൊരു 30 തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇവിടെ ഏകാദശി നാളിലൊക്കെ ഇപ്പം 2 ഏകാദശി വരുമല്ലോ, അതിൽ വെളുത്ത പക്ഷത്തിലെ ഏകാദശി നോറ്റ് എല്ലാ വീട്ടിൽ നിന്നും ഒരംഗം, അതാണാവാം പെണ്ണാവാം, വന്ന് ഭഗവാന്റെ മുന്നിലിരുന്ന് വിഷ്ണു സഹസ്രനാമം വിളക്ക് വെച്ച് ചൊല്ലി അങ്ങോട്ട് അർച്ചിക്കുക. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിങ്ങളുടെ കൈ കൊണ്ടൊരു പിടി പൂക്കൾ അങ്ങോട്ട് ഇടാൻ ഒരു അനുഗ്രഹം, അതൊരു വലിയ ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഓടി വരിക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ആരൊക്കെ വന്നു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടാവും അത്രേ. ഭഗവാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു പുസ്തകം നോക്കുമെന്ന് പറഞ്ഞില്ലേ, ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം. ആ സമയത്ത് നമ്മളുടെ പേരതിലുണ്ടാവാൻ വേണ്ടി നമ്മുടെ ഗ്രാമദേവതയെ ആരാധിക്കുക. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകാൻ പൈസയുടെ ഒന്നും ചെലവില്ല. കുറച്ച് നടന്നു വരുമ്പോൾ എന്താ, അതും നല്ലതാ, ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഷുഗർ ഇത്തിരി ഉണ്ട്, നടന്നോളൂ കേട്ടോ. നമ്മുടെ പൂർവികര് നമ്മളുടെ ജന്മം സഫലമാക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതം സുന്ദരവും സുഗമവുമാക്കാൻ വേണ്ടി പണിതു വെച്ചതാണ് ക്ഷേത്രങ്ങൾ. എന്താ ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. എല്ലാ ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാ ക്ഷേത്രങ്ങൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ എന്ന് മനസ്സിലാക്കുക. ദേഹോ ദേവാലയ പ്രോക്ത, മഹാദേവൻ തന്നെ അതിലിരിക്കുന്ന ഈശ്വരനും എന്നാ പറയുന്നത്. ഈ ദേഹം ദേവാലയമാണെങ്കിൽ ഇതിനുള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെ ശ്രീലകത്തും ഇരിക്കുന്നു. ഇവിടെ ജീവാത്മാവായി കുടികൊള്ളുന്ന ഭഗവാൻ ശ്രീലകത്തിനുള്ളിൽ ആരായിട്ടാ? പരമാത്മാവായിട്ടിരിക്കുന്നു. നമ്മുടെ ഗ്രാമദേവതയെ ആരാധിക്കാതെ നിങ്ങൾ ഗുരുവായൂർക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമുക്കൊക്കെ എന്താ ഗുരുവായൂർ ചോറ്റാനിക്കര ഒരു തീർത്ഥാടനം, അല്ലെ, ഒരു ടൂറ് പോണ സുഖ. പക്ഷേ അടുത്തുള്ള ക്ഷേത്രത്തിലെ ദേവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത്. മരണസമയത്ത് വിളിച്ച അടുത്തുള്ള ആളല്ലേ ഓടി വരിക. ആ സമയത്ത് ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോ നാരായണ എന്ന ചാമിളൻ വിളിച്ചപ്പോ ഓടി വന്നില്ലേ, അതുപോലെ ഭഗവാൻ ശ്രീലകത്തു നിന്നിറങ്ങി നമ്മെ തേടി വരും.
ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ നാലമ്പലത്തിനുള്ളില് നീല വെളിച്ചമായി ബട്ടേരിപ്പാടിന്, നമ്മുടെ ഈ മേൽപ്പത്തൂരുണ്ടായിരുന്ന ബട്ടേരിപ്പാടിന്, ചന്ദനക്കാവിൽ ഇരുന്ന് പഠിച്ച ബട്ടേരിപ്പാടിന് ദർശനം കൊടുത്തു എങ്കിൽ നമ്മൾക്കും തീർച്ചയായും ദർശനം തരും. എന്തേ വേണ്ടു? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാൻ 18ാമത്തെ അധ്യായത്തിൽ പറയുന്നതാ, നിങ്ങൾ എല്ലാ ധർമ്മങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എങ്ങോട്ട് വരണം? നേരെ നിന്റെ ഇരിങ്ങളത്തൂര് കൃഷ്ണനെ കാണാൻ അങ്ങോട്ട് വരിക. പിന്നെ എന്തേ വേണ്ടു? നിങ്ങൾ പറയും നിങ്ങൾ പല പാപങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് നിങ്ങൾക്ക് മോക്ഷം തരാനാ ഞാനിവിടെ ഇരിങ്ങളത്തൂര് അപ്പനായിട്ട് ഇരിക്കുന്നേ. എന്തേ വേണ്ടു? എന്നെ അങ്ങോട്ട് ശരണം പ്രാപിക്കുക. മാ ശുച, നിങ്ങൾ ദുഃഖിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ഗ്രന്ഥം എടുക്കുമ്പോഴും ഏറ്റവും അടുത്തുള്ള അതും നിങ്ങൾക്ക് കൃഷ്ണൻ എന്താ? പൂർണ്ണ അവതാരാണ്. പൂർണ്ണാവതാരമായി വന്ന കൃഷ്ണനെ തന്നെ കിട്ടിയില്ലേ നിങ്ങളുടെ ഗ്രാമദേവനായിട്ട്? ഇനി അങ്ങോട്ട് ആരാധിക്കുക. ഇവിടെ വരും, ആരാധിക്കും ചെയ്യാതെ വേറെ എവിടെ പോയിട്ടും എത്ര ഗ്രന്ഥം വായിച്ചിട്ടും കാര്യമില്ല. നിങ്ങളിപ്പോൾ കൂട്ടമായിട്ട് ഇവിടെ നിന്ന് സഹസ്രനാമം ജപിച്ചപ്പോൾ ഭഗവാൻ അത്രയും സുഖിച്ച് കാണും. അതിലും സുഖം നമ്മുടെ ജീവൻ സുഖിച്ച് കാണും. പക്ഷേ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെല്ലുമ്പോഴോ കൂട്ടമായി വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് അധ്വാനിച്ച ഒരുപാട് കാലം വേണമല്ലേ? കൂട്ടമായിട്ട് അധ്വാനിച്ചാലോ അവിടെ വൃത്തിയാക്കലൊക്കെ എത്ര വേഗം കഴിഞ്ഞ്. മാതൃസമിതി എന്നൊരു കൂട്ടായ്മ വന്നപ്പോൾ അത് ആ കഴകൻ ഉള്ള സ്റ്റേജ് ചെയ്യട്ടെ എന്ന് കരുതിയാലോ നടക്കുമോ? ഒരാളെ കൊണ്ടാവുമ്പോൾ അത് കൂട്ടിയാൽ കൂടില്ല. അതന്നെ നാമജപവും ഗ്രന്ഥപാരായണവും. ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യുക? മാസത്തിൽ ഒരു വിളക്ക് പൂജ വെക്കുക. അപ്പോൾ പറയും, അയ്യോ 1 മണിക്കൂർ അതൊന്നും വേണ്ട, സഹസ്രനാമൊന്നും വേണ്ട, തുടക്കക്കാർ അഷ്ടോത്തരം ജപിച്ച് അർച്ചിച്ചാൽ മതി, 108 നാമങ്ങൾ. അത് കഴിഞ്ഞാൽ അടുത്ത മാസം എന്ത് ചെയ്യണം? ഗീത 2-2.5 മണിക്കൂർ ഗീത സമ്പൂർണ്ണമായിട്ടും ഒരു വിളക്കും കത്തിച്ച് അങ്ങോട്ട് ചൊല്ലി അർച്ചിക്കുക. പൂക്കളൊപ്പം വെച്ച് അർച്ചിക്കുക. അർച്ചന പ്രധാനം. ഈ കൈ കിട്ടിയെന്നത് അർച്ചന നടത്താനാ. നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ. നമ്മളെന്താ ചെയ്യുക? അങ്ങനെ ചൂണ്ടൂലേ? ഇങ്ങനെ ചൂണ്ടുമ്പോൾ 3 ആൾ ഇങ്ങോട്ട് ചൂണ്ടും, മുകളിൽ ഇതാ കൃഷ്ണൻ നിൽക്കുന്നുണ്ട്, നീ ആരെ ചൂണ്ടണെന്ന് നോക്കാൻ സർവസാക്ഷിയായിട്ട്. അതുകൊണ്ട് അതിനല്ലാതെ അർച്ചന ചെയ്യാൻ ഓരോ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ പൂക്കൾ അറുത്തെടുക്കണത്ര. ഓരോ പൂക്കളും അറക്കുമ്പോൾ ഒരു നാമം ജപിക്കുമ്പോൾ പൂവ് സന്തോഷിക്കും. കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ എങ്ങനെയാ എത്തുക ചിന്തിച്ച് നിന്നതാണ്. നിന്നെ ഞാൻ അനുഗ്രഹിച്ചു കേട്ടോ. പുഷ്പങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. പുഷ്പം ഇവിടെ എത്തി അർച്ചന ചെയ്യുമ്പോൾ തിരുമേനി മന്ത്രം ജപിക്കും. നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഓം ശ്രീ കൃഷ്ണായ നമഃ എന്ന് ചൊല്ലുമ്പോൾ ആ പൂക്കൾ മൃദുവായ എതളുകളാണ്. ആ എതളുകൾക്ക് മന്ത്രങ്ങളെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് തിരുമേനി പുഷ്പാഞ്ജലി തന്ന ആ പൂക്കൾ എടുത്തിട്ട് ഒന്ന് ഗ്രാണിക്കുക. ഭഗവാന്റെ പാതാരവിന്ദങ്ങളുടെ ആ ഒരു മണം, ആ മന്ത്രപൂരിതമായ പുഷ്പങ്ങൾ നമ്മൾ നമ്മുടെ ശിരസ്സിൽ ചൂടും. ആണുങ്ങളെ നോക്കിയിട്ടുണ്ടോ? തുളസിപ്പൂ എവിടെ വെക്കുക? ഇവിടെ വെക്കൂലേ? ചെവിയുടെ പിറകിലാ വെക്കുക. ചെവിയുടെ പിറകിൽ വെക്കണ തത്വം എന്താ? കർണേ തുളസി ധാരണാ. എന്തിനാ കർണത്തിൽ തുളസി വെക്കുന്നത്? ഞാൻ എൻ്റെ ശരീരം ശുദ്ധമാക്കുന്നതിന് വേണ്ടി, പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി തുളസി ഇല കർണങ്ങളിൽ ധരിക്കുന്നു എന്നാണ് ആ മന്ത്രം. അതായത് ഈ തുളസി ഏറ്റവും ഔഷധ ഗുണം ഉള്ളതാ. തെച്ചിയും തുളസി മന്ദാരം ഒക്കെ കേട്ടോ വൈദ്യന്മാരോട് ചോദിച്ചാൽ അറിയാം. ഈ തുളസിയുടെ ഇല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെവിയുടെ പിറകിൽ ഏറ്റവും മിനുസമായ നൈസായ തൊലിയ. ആ സോഫ്റ്റ് ആയിട്ടുള്ള തൊലിക്ക് ഈ തുളസി പൂവിൻ്റെ ഔഷധ ഗുണം ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കണേ. നമ്മളെ പോലെ മുടിയില്ലല്ലോ അത് വെച്ചായിരിക്കാൻ. പേണ്ടാവില്ല പറയില്ലേ? തുളസി അത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ തത്വം. സയൻസ് തന്നെയാണ്. എന്നിട്ടോ ഈ ഔഷധ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ സോഫ്റ്റായിട്ട് നടക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടന്നാൽ കിഡ്നികളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കും. എവിടെ നോക്കിയാലും അസുഖങ്ങളല്ലേ, കിഡ്നിയല്ലേ, പണ്ട് ഇതൊന്നും എവിടെയും കേട്ടിരുന്നില്ല. അപ്പോൾ ഓരോ ആചാരങ്ങളിലും എന്തുണ്ട്? സയൻസ് ഉണ്ട്. അത് അറിഞ്ഞ് ആരാധിക്കുക. ആരാധനയിലൂടെ ഭഗവാനെ നമ്മൾ അങ്ങോട്ട് കീഴ്പ്പെടുത്തണം. ഭഗവാൻ നമുക്ക് വേണ്ടി വിധേയനായിട്ട് നിൽക്കുക. ഭക്തനേക്കാൾ വലുത് ആരും ഇല്ല എന്ന് നമ്മളെ ഓരോ അനുഭവങ്ങളിലൂടെ അങ്ങനെ കാണിച്ചു തരും. അത് അറിഞ്ഞ് ആരാധിക്കുക.
ആരാധിക്കുക. ഭട്ടേരിപ്പാട് കണ്ടതുപോലെ നിങ്ങൾക്കും കൃഷ്ണനെ ഒരു നാൾ ഇവിടെ അങ്ങനെ അടുത്ത മാസം എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ആ ഗീത സമർപ്പിച്ചു, ഇനി നാരായണീയം ഒരു 5.5 മണിക്കൂറാണ് ഒരു ദിവസം, എന്ത് ചെയ്യുക, നാരായണീയം സമർപ്പിക്കുക. അപ്പം എന്ത് ചെയ്യുക, ഏകാദശി തന്നെ ആയിക്കോട്ടെ, രാവിലെ തുടങ്ങി 5-5.5 മണിക്കൂർ അങ്ങനെ അതും സമർപ്പിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇത്തിരിയെങ്കിലും സഹസ്രനാമം സമർപ്പിക്കാം. ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം വിഷ്ണു സഹസ്രനാമം ചെയ്താൽ അടുത്ത മാസം നിങ്ങൾക്ക് ഭഗവതിയുടെ ലളിതാ സഹസ്രനാമം ചെയ്യാം, ഏറ്റവും ഉത്തമമാണ്. അത് കഴിഞ്ഞ് 30 തിങ്കളാഴ്ച നിങ്ങൾ ശിവന് വേണ്ടിയിട്ട് ഇതൊക്കെ എടുക്കാറില്ലേ ഒരിക്കലൊക്കെ, ആ സമയത്ത് ശിവസഹസ്രനാമം അർച്ചിക്കാം. ഇതെന്താ ഗുണം എന്നറിയോ, കൂട്ടമായിട്ട് നിങ്ങളിരുന്ന് ജപിച്ച് അർച്ചിക്കുമ്പോൾ ഭഗവാന് കണ്ണ് തുറക്കാതിരിക്കാനാവില്ല. അത് മാത്രമല്ല, കൂട്ടമായി ചൊല്ലുമ്പോൾ ഒരാൾ എന്തായാലും മൈക്കട മുന്നിൽ ലീഡറായിട്ടുണ്ടാവും, അദ്ദേഹം തെറ്റാതെ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്ന തെറ്റുകൾ കൂടി അദ്ദേഹം അങ്ങോട്ട് തിരുത്തുന്നതിന് തുല്യ. ഇപ്പോൾ ഭാഗവതം വായിക്കാൻ ചെന്നിരുന്ന ആചാര്യന്മാർ, ഞാനന്ന് +2 പഠിക്കുന്ന കാലഘട്ടം, മോള് വന്നിരുന്ന് വായിക്കൂ പറഞ്ഞിട്ട് എന്നെ താഴത്തുനിന്ന് വിളിച്ച് മേലേക്ക് ഇരുത്തും. ഇപ്പോഴത്തെ ആചാര്യന്മാർ അവരൊപ്പം ഇരുന്ന് വായിക്കാനൊന്നും സമ്മതിക്കില്ല, ചടിച്ചമർത്ത്. അവരങ്ങനെയല്ല, ഷാരടീനെ വിളിച്ച് അവിടെ ഇരുത്തും. ഞാൻ +2 എനിക്കൊന്നും അറിയില്ല, ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. അവിടെ നിന്ന് പറയും വായിക്കൂ, ഞങ്ങൾ തിരുത്തിക്കോളാം, നിർബന്ധിച്ച് വായിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ശോഭ ടീച്ചർ സത്സംഗത്തിന് വേണ്ടി ഇവിടെ ഇരുന്നത്. നിങ്ങളെല്ലാവരും സുഹൃതികളാ, ഞാനും സുഹൃതി. അതുകൊണ്ടാണ് പറയുന്നവരും കേൾക്കുന്നവരും ഭക്തിയുള്ളതാ പ്രഭാഷണം. അങ്ങനെ ഒരാൾ നമ്മളെ അങ്ങോട്ട് പൊക്കി കൊണ്ടുവരാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ഉയരങ്ങളിലെത്തും. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ശക്തിയുണ്ട്. ആ ശക്തി എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം കഴിവുകളുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞ് അതിനെ ആരാധിക്കുക. ഒരുപാട് അറിവ് നേടുക. ഈ നേടിയ അറിവിനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അങ്ങനെ എന്ത് ചെയ്യണം, എന്തിനാണ് ഈ ജന്മം കിട്ടിയത്, എന്തിനാണ് ഈശ്വരാരാധന, എങ്ങനെയെല്ലാം ആരാധന നടത്താം. എങ്ങനെ ആരാധന നടത്താം, വെറുതെ വന്ന് തൊഴുത് നമസ്കരിച്ച് പോകുന്നതല്ല, ഉപ്പുമാവും ചായയും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക. ഇത്തിരി സമയം ഒരു 10 നാമങ്ങളെങ്കിലും ചൊല്ലട്ടെ. നാമം അഗ്നിയെ പോലെയാണ്, അറിഞ്ഞ് ചൊല്ലിയാലും അറിയാതെ ചൊല്ലിയാലും അതിൻ്റെ ഗുണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടും. നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണം കഴിഞ്ഞ ആ ചിതയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര എന്നൊരു മന്ത്രമുണ്ട്. ചുടലയിൽ ചൊല്ലാൻ പറ്റുന്ന വേദമന്ത്ര, ഉപനിഷത്ത് മന്ത്ര. ആ സമയത്ത് എന്താ പറയുന്നതെന്നറിയോ, എൻ്റെ ഈ ശരീരം വായുവും അനിലനും, അതായത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, ഹേ ഭഗവൻ, ഞാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും. അപ്പം ഈ വെച്ചുണ്ടാക്കി നിന്ന് കിടന്നുറങ്ങലാണോ? ഒന്നുമല്ല. അതിങ്ങനെ ഇവിടെ നിലനിൽക്കാൻ, ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്. അത് തന്നെ ജീവിതം എന്ന് കരുതാതെ എന്ത് ചെയ്യണം, ആ പുറന്തോട് പൊട്ടിച്ച് അതൊക്കെ 1-2 മണിക്കൂർ മാറ്റി വെക്കുക. കുട്ടികൾ സ്കൂളിൽ പോയാൽ കഴിഞ്ഞില്ലേ, ഇങ്ങോട്ട് വരിക, കൂട്ടായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ജ്ഞാനപ്പാനയിൽ തുടങ്ങുക, ഹരിനാമ കീർത്തനം. ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്നതാ. അത് കഴിഞ്ഞാൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം, പിന്നെയാണ് ഗീത, പിന്നെ ഭാഗവതം, അതും കഴിഞ്ഞ് നാരായണീയം. ഇത്തിരിയെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഒരു ഗുരു നമ്മളെ തേടി വരും. എന്തിന്? വേദമന്ത്രങ്ങൾ പഠിപ്പിക്കാൻ. വേദമന്ത്രങ്ങളിൽ എന്താ പറയുന്നോ, വിഷ്ണു സർവഗുഹാശയ എന്ന് ഗീത പറയുന്ന അതേ കാര്യം വേദം പറയാണ്. നമ്മുടെ വാക്കുകളിൽ ഭഗവാൻ വിഷ്ണു ഗുഹകളിൽ എന്ന പോലെ ഒളിഞ്ഞിരിക്കുന്നു. ആ വാക്കുകളുടെ ഒരു മഹിമയാണ് നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കണേ. 12 മണി എന്ന് പറഞ്ഞാൽ ഘോരമായ സമയം എന്നാ പറയാ. പിന്നെ കുട്ടികളെ ഇരുത്തരുത് എന്നാ, പ്രത്യേകിച്ച് അമ്പലത്തിൽ. അത് കഴിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് ഓരോ വാക്കുകളും. ഈ വാക്കുകളിൽ ഭഗവാൻ ഗുഹകളിൽ എന്ന പോലെ ഇരിക്കുന്നു. വിഷ്ണു സൂക്തം. ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കുന്നത് വാക്കുകളാണ്. ഇവിടെ അങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ പറയുമ്പോൾ ഈ ശബ്ദം എവിടുന്നാ വരണേന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ വാക്കുകളായിട്ട് ഇതിനുള്ളിൽ ഇരിക്കുക. എൻ്റെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കൂ എന്നും പറഞ്ഞിട്ട്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പം പറഞ്ഞതിൻ്റെ പൊരുൾ ചുരുക്കം ഒന്നുകൂടി പറയാം. മാഷ അതാണ് ഉദ്ദേശിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീ നിന്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം സന്ദർശിക്കണം. ശങ്കരാചാര്യസ്വാമിയുടെ 10 കൽപ്പനകളിൽ ഒന്നാണ്. അപ്പം എന്ത് ചെയ്യാം? ആചാര്യസ്വാമി പറഞ്ഞത്, ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം. അതൊക്കെ ആ വിവരമുള്ളവരെടുത്തു, അവർ വെള്ളിയാഴ്ച പോകുന്നുണ്ട്, നമുക്കതൊക്കെ പോട്ടെ. നമുക്ക് ഞായറാഴ്ചയല്ലേ ഇങ്ങൾക്ക് ഒഴിവ്, എല്ലാവരും ജോലിക്കാരപ്പോൾ. അപ്പം ഞായറാഴ്ചയെങ്കിലും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം, വീട്ടിൽ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ക്ഷേത്രം സന്ദർശിക്കുക.
എന്നിട്ട് എന്ത് ചെയ്യണം? ആ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ പുഷ്പങ്ങൾക്ക് മന്ത്രങ്ങളെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. പുഷ്പാഞ്ജലി നടത്തുന്നത് അതിനാ. ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. പഞ്ചഭൂതങ്ങളിലെ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ആ പുഷ്പാഞ്ജലി, അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈയാണ്. ആ പുഷ്പങ്ങളോടുകൂടി ഭഗവാന് വേണ്ടി വീട്ടിലെല്ലാവർക്കും പുഷ്പാഞ്ജലി. നേത്രരോഗത്തിനാണ് അത്ര നെയ്വിളക്ക്, വിളക്ക്, മാല ഇതൊക്കെ ചെയ്യുക. കാരണം നമ്മളിവിടെ വന്ന് തൊഴുമ്പോൾ ഭഗവാന് നമ്മൾ വിളക്ക് വെച്ചിട്ടൊന്നും വേണ്ട, കത്തിജ്വലിക്കുന്ന സൂര്യനാ ഭഗവാൻ. പക്ഷേ നമ്മൾ തൊഴാൻ വരുമ്പോൾ അവിടെ ഒരു വിളക്കുണ്ടെങ്കിലല്ലേ നമുക്കൊരു സുഖമുള്ളൂ. എന്തിനാ വിളക്ക് കത്തിക്കണേ? നമ്മുടെ പാപങ്ങൾ എരിഞ്ഞ് തീരാനാണ് ഈ നല്ലെണ്ണ. നല്ലെണ്ണയുടെ പ്രത്യേകത എന്താ? തിലം, എള്ളെണ്ണ. എള്ളിന് കറുപ്പാണ് നിറം, ശനീശ്വരന് കറുപ്പാണ് നിറം. ഈ എള്ളെണ്ണ കത്തി ഇങ്ങനെ തീരുമ്പോൾ പ്രപഞ്ചത്തിലെ, അതായത് ഈ ചുറ്റുപാടും അണുനാശിനിയായി മാറുന്ന, ഇവിടെയുള്ള ബാക്ടീരിയകളെ എല്ലാം ഇല്ലാതെയാക്കാൻ, ശുദ്ധീകരിക്കാനുള്ള കഴിവ് എള്ളെണ്ണയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വിളക്ക് വെക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ, ഒരു തുടം എണ്ണ വാങ്ങി വിളക്ക് വെക്കുമ്പോൾ നമ്മുടെ സർവ്വ പാപങ്ങളും എരിഞ്ഞു തീരുന്നു. അത് ആഴ്ചയ്ക്കുള്ളത് ആഴ്ചയ്ക്ക് കഴുകി കളയാ, ഗംഗയിൽ കുളിക്കുന്ന പോലെ. ഇനി ഇവിടെ വന്ന അങ്ങനെ പോയാൽ മതിയോ? ഈ തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പോകുന്നത് എന്താണെന്നറിയോ? വെറും LKG. ഇവിടെ മൈക്കില്ലെങ്കിൽ നിങ്ങൾ മാതൃസമിതി ഫണ്ടൊക്കെ വെച്ചൊരു മൈക്കൊക്കെ വാങ്ങി, മൈക്കൊന്നും ഇല്ലെങ്കിലും എല്ലാവരും കൂടി കൂട്ടായ്മയോടുകൂടി, ഇപ്പോൾ മാതൃസമിതിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കുക. ഭണ്ഡാരം ചാർത്തണം. തിരുമേനിക്ക് ദക്ഷിണ സമർപ്പിച്ചിട്ടേ പുഷ്പാഞ്ജലി വാങ്ങാനും പാടുള്ളൂ. ഇത്ര രൂപ എന്ന് പറയുന്നില്ല. ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആചാര്യന്മാരൊന്നും പറയില്ല. ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂന്നോ? ഇപ്പോൾ ശ്രീലകത്തിരിക്കുന്ന ഭഗവാന് വേണ്ടി പണ്ടുള്ള യുഗങ്ങളിൽ, കൃതം, ത്രേതം, ദ്വാപരം യുഗങ്ങളിൽ വലിയ വലിയ യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഹോമങ്ങൾ, ഇപ്പോൾ അശ്വമേധ യാഗം, രാജസൂയം എന്നൊക്കെ പറയുന്ന വലിയ വലിയ യാഗങ്ങളൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ യജ്ഞപുരുഷൻ എന്ന് പറയും. യജ്ഞപുരുഷനാ ഭഗവാൻ. യജമാനനും യജമാനത്തെയും കൂടി ഇരുന്നിട്ടാണ് എന്ത് നടത്തുക? യാഗങ്ങൾ നടത്തുക. അന്ന് കാലത്ത് നടത്തിയിരുന്ന യാഗങ്ങൾക്ക് തുല്യമാണ് എന്ത്? ഒരു നാമയജ്ഞം, അല്ലെങ്കിൽ ഈ നടത്തിയ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ തിരുമേനി ആ ശ്രീലകത്ത് ഇരുന്നിട്ട് ആത്മാവിനെ അങ്ങോട്ട് ഒരു അംശം കൊടുത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ദക്ഷിണ സമർപ്പിക്കുന്നു. യാഗം കഴിയുന്ന സമയത്ത് യജ്ഞ ഭഗവാൻ കൃഷ്ണനാ, വിഷ്ണു. ഈ യജ്ഞ ഭഗവാൻ ആരോടുകൂടിയാ അവിടെ വരിക? ദക്ഷിണാദേവിയാണ് ഭഗവാൻ. ഭഗവാന്റെ പത്നിയാണ് ദക്ഷിണാദേവി. ഈ ദക്ഷിണാദേവി അവിടെ വന്ന് അനുഗ്രഹിക്കണത്രേ. ഇപ്പോൾ വെറ്റിലയിലല്ലേ നമ്മളിവിടെ ദക്ഷിണ കൊടുക്കണല്ലേ തിരുമേനിക്ക്? വെറ്റിലയുടെ തുമ്പ് മുകളിലേക്ക് വെക്കും, പാക്കും പണവും ഉള്ളിൽ വെക്കും. അത് ലക്ഷ്മിയാന്നാ പറയാ. അത് ഇത്രയെന്നൊന്നും ഒരു ഗ്രന്ഥത്തിലും എഴുതിയില്ല. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സായി മാറി. ഭാഗവതം തന്നെ പറയുന്നുണ്ട്, ഭാഗവതം വിറ്റു നടന്നിടാതെ. പക്ഷെ എന്തേ ഉള്ളൂ? ഒരു യജ്ഞം കഴിഞ്ഞാൽ അവിടെ ദക്ഷിണ സമർപ്പണം. അതാണ് അതിൻ്റെ തത്വം. കാരണം ദക്ഷിണ ആയിട്ട് എന്ത് വന്നു? ഭഗവതി കൂടി വന്നു. ആ യജ്ഞം പൂർത്തിയായി. ഇനിയോ ആ വെറ്റിലത്തുമ്പ് ഇങ്ങനെ തിരുമേനിയുടെ നേരെ നമ്മൾ നീട്ടുമ്പോൾ തിരുമേനി ആ വെറ്റിലയുടെ തുമ്പിലേക്ക് നോക്കുമ്പോൾ ആ അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തിയുടെ എല്ലാ ഗുണവും എന്ത് ചെയ്യുന്നു? വെറ്റിലയുടെ തുമ്പിലൂടെ ഊർന്നിറങ്ങി ആ ദക്ഷിണ ക്ഷേത്രത്തിൽ ആരെ പ്രതിനിധീകരിച്ച് വെച്ചോ ആ വ്യക്തിയിലേക്കും അദ്ദേഹത്തിന് ചുറ്റുപാടും ഉള്ള ഓരോ വ്യക്തികളുടെ വീടുകളിലേക്കുമായിട്ട് ഒഴുകി ഇറങ്ങുന്നു അദ്ദേഹം ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലം. ഇതാണ് അതിൻ്റെ തത്വം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ചെയ്യാനുണ്ട്. വന്ന് ഇടത് സൈഡിലൂടെ ഇപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? അവിടെ അകത്ത് ഒരുപാട് ബലിക്കല്ല് കാണും. ഇതുപോലെയല്ല, ബലിക്കല്ല് നമ്മുടെ വലത് കൈയിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് പോലെ വേണം അത്ര. പ്രദക്ഷിണം എന്നാ പറയുക. അങ്ങനെ ദക്ഷിണ ഭാഗത്തു കൂടെ വരാൻ ഒറ്റ പ്രദക്ഷിണം, അതൊക്കെ ഇതിന് മുമ്പേ പറഞ്ഞതാ. അങ്ങനെ വന്ന് സമാധാനമായിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ച് ഇത്തിരി സമയം അവിടെ ഇരുന്ന്, അകത്തതിനൊക്കെ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. എല്ലാ പണികളും പൂർത്തീകരിച്ച് പൂർണ്ണമായൊരമ്പലം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊന്നും വിഷമിക്കേണ്ട. ചിലർ ഓരോ അമ്പലങ്ങളിൽ പണി കഴിയാഞ്ഞിട്ടേ, ഇന്നലെ എനിക്കൊരു വോയിസ് വന്നു, ടീച്ചറെ വടശ്ശേരി അമ്പലത്തിൽ നിന്നാട്ടോ, ഇതും കൂടി ഒന്ന് സ്റ്റാറ്റസ് വെക്കൂ. പൊതുവേ പരിപാടി ആകുമ്പോൾ ഞാൻ എൻ്റെ ഈ നോട്ടീസ് ഒന്ന് സ്റ്റാറ്റസ് വെക്കും. ടീച്ചറൂടെ വന്നിരുന്നു, ഒരു കൊക്കർണിയൊക്കെയുള്ള അമ്പലം, അതിങ്ങനെ ഉയർന്ന് വരിക, പണികൾ നടന്നുകൊണ്ടിരിക്കുക. വലിയ ആഗ്രഹം ഒരു പ്രഭാഷണം ടീച്ചറെ ഒന്നും കൂടി ഒന്ന് കൊണ്ടുവരണം എന്ന്. പക്ഷേ അങ്ങോട്ട് എത്തണില്ല, സാധിക്കാഞ്ഞിട്ടാ. വിളിക്കാട്ടോ, ഒന്നും കൂടി വിളിക്കും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ശിവക്ഷേത്രത്തിലും അവർ വിളിച്ചിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിഞ്ഞ് ആരാധിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ക്ഷേത്ര ദർശനം ചെയ്യുക.
ഇനി രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കുളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ശുദ്ധമായി വന്നു കഴിഞ്ഞാൽ ഒരു തിലകം ചന്ദനം തൊടണം. എന്തിനാ ചന്ദനം തൊടണേ? ചന്ദനം തൊടുമ്പോൾ അതിന് ഔഷധ ഗുണമുണ്ട്. നമ്മളുടെ ചർമ്മരോഗങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട്, അപസ്മാരം മാറ്റാനുള്ള കഴിവുണ്ട്. അത് സയൻസ്. അതേസമയം നമ്മൾ ചന്ദനം തൊടുമ്പോൾ അത് വിഷ്ണു ഭഗവാനുള്ളതാ. ഈ ചന്ദനം തൊട്ടിട്ട് അതിനുള്ളിലൊരു ഭസ്മം കൂടിയും തൊട്ടാൽ അത് ശിവനാണെന്നാ പറയാ. ചന്ദനം തൊട്ടിട്ട് അതിലൊരു കുങ്കുമം തൊട്ടാൽ അത് ഭഗവതിക്കാന്നാ പറയാ. വിളക്ക് പൂജ നടത്തുമ്പോൾ വിളക്കിന്റെ നാരായത്തിൽ ചന്ദനം ചാർത്തി ഒരു തുളസി പൂവാണ് ചൂടിക്കുക വിഷ്ണു സഹസ്രനാമത്തിന്. ഭഗവതിക്ക് ലളിതാ സഹസ്രനാമാണെങ്കിൽ ആ ചന്ദനത്തിൽ ഇത്തിരി കുങ്കുമം ചാർത്തും. അല്ല ശിവസഹസ്രനാമാണെങ്കിൽ ആ ചന്ദനത്തിൽ ഇത്തിരി ഭസ്മം ചാർത്തും. ഭസ്മവും ചന്ദനമൊക്കെ തൊടുന്നതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ഭഗവാൻ ചന്ദനം ചാർത്തുന്നത് ഭൂമിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, പഞ്ചഭൂതങ്ങളിലൊന്ന്. ഭഗവാന് തോയം കിണ്ടി വെള്ളം വെച്ചിട്ട് ആരാധിക്കുന്നു, അത് ജലം, പഞ്ചഭൂതങ്ങളിൽ മറ്റൊന്ന്. ഭഗവാന് നേദ്യം സമർപ്പിക്കുന്നത് അമൃതാത്മന നൈവേദ്യം കൽപ്പയാമി. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അറിഞ്ഞ് ആരാധിക്കുക. അതുപോലെ നാമജപത്തിന് വേണ്ടി നിങ്ങളെ കുട്ടി മാതൃസമിതി ആണെങ്കിലും, ഇപ്പോൾ നമ്മുടെ സീതാലക്ഷ്മി ചേച്ചി അവർ രാമായണത്തിൻ്റെ ഉസ്താദാണ്. അവർക്ക് വേണ്ടിയിട്ട് രാമായണം കൂടി ഒരു ഇത്തിരി പറയാം. ഇവിടെ ക്ഷേത്രത്തിൽ രാമായണമൊക്കെ വായിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് എന്നോട്. അപ്പോൾ ക്ഷേത്രത്തിലെ മാതൃസമിതിക്കാരെയൊക്കെ രാമായണം പഠിപ്പിക്കുക. കണ്ണണാത്തവർക്കൊക്കെ ഞാൻ അവിടെ വലിയ അക്ഷരമുള്ള രാമായണം വാങ്ങിക്കൊടുത്തു. രാമായണവും ഇതൊക്കെ തന്നെ പറയുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളും ഒന്നെന്നെ പറയുന്നത്. എല്ലാ ദേവന്മാരും എന്താ ചെയ്യുന്നത്? ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. നിങ്ങളുടെ ആരാധനാമൂർത്തി, ഉപാസനാമൂർത്തി ചിലപ്പോൾ ശിവനായിരിക്കാം, ഭഗവതി ആയിരിക്കാം, ഗണപതി ആയിരിക്കാം, മുരുകനായിരിക്കാം. പക്ഷേ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി, കൃഷ്ണനിലേക്കാ പോകുന്നത്. എങ്ങനെയാ? ആകാശത്തിൽ നിന്നും മഴമേഘങ്ങൾ എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുന്നു. അത് അരുവിയിലായി ഒഴുകി, അരുവികളിലൂടെ ഒഴുകി, പുഴയിലൂടെ ഒഴുകി അവസാനം എവിടെ ചേരും? ഇവിടെ ചെന്ന് ചേരും? സമുദ്രത്തിൽ ചെന്ന് ചേരും, കടലിൽ ചെന്ന് ചേരും. അതുപോലെ കടലിനെ പോലും ഗംഗാജലം പരിശുദ്ധമാക്കുന്നു എന്നാ പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ആരാധിക്കുക. ഈ രാമായണം ഇവിടെ എടുത്തു വെച്ചാലേ ഒരു ഉപദേശ. നിങ്ങൾ ആ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അവസാനം എന്താ ജപിച്ചത്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. എന്തേ അങ്ങനെ പറഞ്ഞ്? പണ്ഡിതന്മാർക്കാട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം നിങ്ങൾ പോരണം, രാവിലെ സമയമില്ല, 20 മിനിറ്റ് വേണ്ടേ വിഷ്ണു സഹസ്രനാമം. അപ്പം അകത്ത് കയറി രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. സഹസ്രനാമത്തിന് തുല്യായി. അത്രയും വലുതാ രാമനാമം എന്ന് പറയുന്നത്. രാമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനാണെങ്കിൽ കൃഷ്ണ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനാ. ഹരേ രാമ 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 ഹരേ ഹരേ. അത് പറഞ്ഞിട്ടേ പിന്നെ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്ന് പറയുള്ളൂ. ഇവിടെ പറയാ പുത്രമിത്രാത്ത് കളത്ര വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം നീ ജപിക്കായി വരേണമേ. രാമായണത്തിലുള്ളതാ. എന്താ പറഞ്ഞേ? നമുക്കൊക്കെ ഉള്ള പ്രശ്നം അതാണ്, രാമനാമം ചൊല്ലില്ല. പണ്ടേ മുതൽ എന്താ പറയാ, പോയിരുന്ന് രാമനാമം ചൊല്ലൂ സന്ധ്യാകുമ്പോ. ഇപ്പൊ എത്ര വീട്ടിലാ രാമനാമം ജപിക്കണേ? നമ്മളുടെ വീടുകളെ മാത്രമാണ് ഈ TV അല്ലെങ്കിൽ ഫോൺ അതിക്രമിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് പോയി നോക്കൂ, ആ സമയം വന്ന അവരാഞ്ചോത്ത് നിസ്കാരം മുടക്കില്ല. അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുക. നമ്മളുടെ വേദങ്ങൾ, അഥർവവേദം നമ്മളുടെ 4ാമത്തെ വേദമാണ് അവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവുകളൊക്കെ ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത. ഈ വിശ്വത്തിന്റെ നാനാഭാഗത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ. സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്നതിന് ഒരുപാട് തത്വങ്ങളുണ്ട്. ആ വിളക്കിന് തന്നെ ഒരുപാട് തത്വങ്ങളുണ്ട്. എന്ത് ചെയ്യുക? ആ സമയത്തിരുന്ന് നാമം ജപിക്കുക, രാമനാമം ജപിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? രാമനാമം ജപിക്കാതിരിക്കാൻ എന്താ കാരണം? എനിക്ക് കേമനായൊരു പുത്രനുണ്ട്, എനിക്കൊരു സുന്ദരിയായ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, പിന്നെന്താണ് വിഭൂതി, അതായത് ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് കുറേ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇങ്ങനെയുള്ള സ്വത്തും
മുതലും ഇതൊക്കെ വിചാരിച്ചിട്ട് നാമം ചെല്ലുന്നില്ല. സത്യമല്ലേ? പണ്ടുള്ള വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ദരിദ്ര നാരായണന്മാരെന്നാ പറയാ, നാമജപം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ, പഞ്ചായത്തിൻ്റെ ലൈഫെങ്കിലും കിട്ടിയിട്ട് കുഴപ്പമില്ലാത്തൊരു വീടായി, അപ്പൊക്കെ ഒരു TV ആയി, സൗകര്യമായി. നാമജപം ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. നാമം ജപിച്ചില്ലെങ്കിൽ ആ പോകുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു വലിച്ച് കിടക്കുമ്പോൾ 5 പ്രാണനാ നമ്മുടെ ശരീരത്തിൽ, 5ാമത്തെ പ്രാണൻ അങ്ങോട്ട് പോവില്ല, ഇങ്ങനെ ശരീരത്തിൽ നിൽക്കൂത്രേ. എന്നെ കാണാൻ എല്ലാവരും വരുന്നുണ്ടോ? ആ അഗ്നിയിൽ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ, ചിതയിൽ സമർപ്പിക്കുമ്പോഴാണ് അത്രേ 5ാമത്തെ വായു പോവുക. അങ്ങനെ വലിച്ചു വലിച്ച് കിടക്കാതെ, ചിലർ കണ്ടിട്ടില്ലേ എത്ര ദിവസം കിടന്നാലും മരിക്കില്ല, ഓരോരുത്തർ വിളിക്കുന്നിട്ട്. അപ്പം ഞാൻ പറയും, എന്നോട് ചോദിക്കുക എന്താ ടീച്ചറെ ചെയ്യുക, കുറേ കാലമായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പശുദാനം കഴിച്ചോളൂ, ഭഗവാൻ നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പിടി പണം എണ്ണാതെ ഭണ്ഡാരവും ചാർത്തിക്കോളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വോയിസ് വന്നു, ടീച്ചറെ ശരിയായി കേട്ടോ. പക്ഷെ നമ്മളെ കൊണ്ട് നമ്മളൊപ്പമുള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും, നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് നടത്താനാവാതെ ആകുമ്പോൾ. അങ്ങനെ കിടത്താതെ, അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. എന്താ, മഹാദേവനോട് പ്രാർത്ഥിക്കാം. അവസാനം എന്തേ ചെയ്യേണ്ടുള്ളൂ, എൻ്റെ ഈ ദേഹിയിൽ വന്നിരിക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അനായാസേന മരണം വിനാ ധന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. വേറൊന്നും വേണ്ട. വയസ്സായ മുത്തശ്ശിയോട് ചോദിച്ചു നോക്കൂ, എനിക്കൊന്നും വേണ്ട കുട്ടി, എന്തേ വേണ്ടു? അനായാസേന മരണം. ഇങ്ങനെ ഇവിടെ വന്ന് തൊഴുത് നമസ്കരിച്ച് പോയി വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോവുക, കിടത്താതിരിക്കുക. വിനാ ധന്യേന ജീവൻ, ആരെ ആശ്രയിക്കാതെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുക. ദേഹാന്തേ തവ സാന്നിധ്യം, ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത് ഹേ കൃഷ്ണ അങ്ങ് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കണമേ. കുറൂരമ്മയുടെ കയ്യിലങ്ങനെ പിടിച്ച് കുറൂരമ്മ ചൊല്ലിയിരുന്ന ആ സഹസ്രനാമം അവസാനിപ്പിക്കുമ്പോൾ ആത്മയോനി സ്വയം ജാതു വൈധാന സമഗായന ദേവകീ നന്ദന സൃഷ്ട കിരീശ പാപനാശന ശംഖബൃന്ദഗീ ചക്രീ ശാരംഗധന്വാഗദാധര. ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ അവസാനം കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് ചങ്കിൽ നിന്നും മന്ത്രങ്ങൾ വരാതെ ആയപ്പോൾ അടുത്ത് ചെന്നിരുന്ന് ആ കുറൂരമ്മയുടെ കണ്ണുകൾ അങ്ങനെ തഴുകി അടപ്പിച്ചപ്പോൾ ഒരിറ്റ് കണ്ണുനീര് ഭഗവാന്റെ കയ്യിലേക്ക് വീണൂത്രേ. അതുപോലെ അവസാനം ദേഹിമേ പരമേശ്വരം, ഈ ദേഹി, ഈ ആത്മാവ് പരമേശ്വരനിലേക്ക് ലയിപ്പിക്കണമേ കൃഷ്ണ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ. കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ആഴ്ചയ്ക്ക് തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കട്ടെ. നമസ്കാരത്തിന് തത്വങ്ങളുണ്ട്, ഒരുപാട് നാമജപങ്ങൾ, ജ്ഞാനയജ്ഞങ്ങൾ ഇവിടെ നടക്കട്ടെ. ഈ കുഞ്ഞു ജ്ഞാനയജ്ഞം ഞാൻ ഭഗവാന്റെ തൃപ്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. യജ്ഞം സമർപ്പിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? സമർപ്പിക്കാല്ലേ? ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരിദാസം. Sure.